പ്രാർത്ഥിക്കുകയാണ്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുകയാണ്. അങ്ങ് പ്രാർത്ഥന കടനായി സ്തോത്രം. എല്ലാം യേശു ക്രിസ്തു നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ. ഇന്ന് ഉപവാസ പ്രാർത്ഥനയുടെ അനുഗ്രഹത്തിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ കെസിയ വേണ്ടി പ്രാർത്ഥിച്ചാൽ കെസിയ കേൾക്കാമോ? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല രാത്രി കാലത്തിനായി നന്ദിയോടെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നപ്പാ. കർത്താവെ, ഞങ്ങളുടെ ഈ മാസത്തിൽ ഉപവാസ പ്രാർത്ഥനയുടെ പ്രാരംഭ സെക്ഷനിലപ്പാ കർത്താവെ, ചുരുക്കം ചിലരായ കർത്താവെ ഈ സൂമിന്റെ പ്ലാറ്റ്ഫോമില് കർത്താവെ കൂടി വരുവാൻ ദൈവം ഞങ്ങൾക്ക് നൽകി തന്ന നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അവിടെ ഇവിടങ്ങളായിരിക്കുന്ന ഞാൻ കർത്താവെ ഈ സൂമിനകത്ത് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരത്തിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്നപ്പാ. ഈ ഉപവാസ പ്രാർത്ഥന ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ അപ്പാ, വലിയൊരു ശുദ്ധീകരണത്തിന് കർത്താവെ ഉപവാസ പ്രാർത്ഥന ഒരു മുഖാന്തരമാക്കി അങ്ങ് തീർക്കണമേ. കർത്താവെ, വലിയ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യം അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കൂടി വന്നിരിക്കുന്ന ഓരോരുത്തരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായി ഞങ്ങളുടെ മധ്യം അയച്ചിരിക്കുന്ന കർത്താവെ ദൈവദാസനെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് കർത്താവെ അങ്ങയുടെ ദാസനിലൂടെ ശക്തമേറിയ കർത്താവെ ദൈവവചനം കേൾക്കുവാൻ ഞങ്ങൾക്ക് ആവശ്യമായ മന്ന കർത്താവെ അവിടുന്ന് ഞങ്ങൾക്ക് പകർന്നു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രൂശിന്റെ മറവിൽ അങ്ങയുടെ ദാസനെ മറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത് വലിയൊരു അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ കർത്താവ് ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ആയിരിക്കുന്ന എല്ലാം ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ വിഷയങ്ങളെല്ലാം കർത്താവെ അറിയുന്ന ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ ഉള്ളങ്ങളെ അറിയുന്ന അപ്പാ, അവിടുന്ന് ഞങ്ങളുടെ വിഷയങ്ങളുടെ മധ്യത്തിൽ അപ്പാ അവിടുന്ന് വലിയവ ചെയ്യുന്നതിനായി സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ ഇടയിൽ ആരെങ്കിലും രോഗികളായി ഭാരപ്പെടുന്നുണ്ടെങ്കിൽ കർത്താവെ അവരുടെ രോഗത്തിൽ നിന്നുള്ള പൂർണ്ണ സൗഖ്യം അങ്ങ് അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും ഏതെങ്കിലും വിഷയത്തിന്റെ മധ്യത്തിൽ ഭാരത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ കർത്താവെ, ഈ മീറ്റിംഗ് അവരുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായി തീരുവാന് അവരുടെ വിഷയങ്ങളുടെ മധ്യത്തിൽ ദൈവോടൊന്ന് പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ആദ്യോടന്തം പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. ഒരിക്കൽ കൂടി ഞങ്ങൾ എല്ലാവരെയും താഴ്ത്തി സമർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ആരാധന ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനകൾക്ക് ഇന്ന് ദൈവത്തിനായ സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു പാട്ടിന്റെ ഇടയിൽ പാടാമല്ലോ. പ്രൈസ് ദി ലോർഡ്. സർവ സൃഷ്ടികളുമൊന്നായി പുകഴ്ത്തിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ. സർവ സൃഷ്ടികളുമൊന്നായി പുകഴ്ത്തിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ. ഈശോടിതലത്തിൽ ജീവിക്കുന്ന നാളെല്ലാം ഘോഷിച്ചിടും പൊന്നുനാഥനെ. ഈശോടിതലത്തിൽ ജീവിക്കുന്ന നാളെല്ലാം ഘോഷിച്ചിടും പൊന്നുനാഥനെ. യേശുമാരാത്തവൻ, യേശുമാരാത്തവൻ, യേശുമാരാത്തവൻ എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശുമാരാത്തവൻ, യേശുമാരാത്തവൻ, യേശുമാരാത്തവൻ എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. തന്റെ കരുണ എത്രയോ അതിവിശിഷ്ടം ആശ്ചര്യമേ. തന്റെ കരുണ എത്രയോ അതിവിശിഷ്ടം ആശ്ചര്യമേ. ലംഘനങ്ങളും എല്ലാ കൃത്യങ്ങളുമെല്ലാം അകറ്റിയ തന്റെ സ്നേഹത്താൽ. ലംഘനങ്ങളും എല്ലാ കൃത്യങ്ങളുമെല്ലാം അകറ്റിയ തന്റെ സ്നേഹത്താൽ. യേശുമാരാത്തവൻ, യേശുമാരാത്തവൻ, യേശുമാരാത്തവൻ എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശുമാരാത്തവൻ, യേശുമാരാത്തവൻ, യേശുമാരാത്തവൻ എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. രോഗാശയിലേക്കു
സഹായകരൂപമേ രോഗാശ്രയനിക്കു സഹായകരൂപമേ നല്ല വൈദ്യനോ ദിവ്യൗഷധമേ ആത്മസജീവും അവൻ തന്നെ നല്ല വൈദ്യനോ ദിവ്യൗഷധമേ ആത്മസജീവും അവൻ തന്നെ യേശുമാരാധവേ 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 നായകനല്ലവേ നിന്നുമെന്നും കൂടെയുള്ളവേ യേശുമാരാധവേ 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 നായകനല്ലവേ നിന്നുമെന്നും കൂടെയുള്ളവേ വസ്ത്രം ചെയ്യുന്നവകാശം ഞാനും സ്ഥാപിക്കാൻ വസ്ത്രം ചെയ്യുന്ന വിശുദ്ധർക്ക് അവകാശം ഞാനും സ്ഥാപിക്കാൻ ദിവ്യാത്മാവാൻ ശക്തികരിച്ചെന്നെയും ദിവ്യാത്മാവാൻ ശക്തികരിച്ചെന്നെയും സന്നിധിയിൽ ദൈവമേ യേശുമാരാധവേ 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 നായകനല്ലവേ ഇന്നുമെന്നും കൂടെയുള്ളവേ യേശുമാരാധവേ യേശുമാരാധവേ നായകനല്ലവേ ഇന്നുമെന്നും കൂടെയുള്ളവേ സിയോനിൽ വാണിടുവാനായി വിളിച്ചുകൾക്ക് ശ്രേഷ്ഠോപദേശം തന്നു സിയോനിൽ വാണിടുവാനായി വിളിച്ചുകൾക്ക് ശ്രേഷ്ഠോപദേശം തന്നു അനന്തരഭൂതം ഇവൻ കൃപയെ ഓർക്കുമ്പോൾ നന്ദി കൊണ്ടേ മുന്നം തുള്ളുന്നേ അനന്തരഭൂതം ഇവൻ കൃപയെ ഓർക്കുമ്പോൾ നന്ദി കൊണ്ടേ മുന്നം തുള്ളുന്നേ യേശുമാരാധവേ 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 നായകനല്ലവേ ഇന്നുമെന്നും കൂടെയുള്ളവേ യേശുമാരാധവേ 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 നായകനല്ലവേ ഇന്നുമെന്നും കൂടെയുള്ളവേ യേശുമാരാധവേ 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 നായകനല്ലവേ ഇന്നുമെന്നും കൂടെയുള്ളവേ രോഗാശ്രയയിലേക്കു സഹായകരൂപമേ രോഗാശ്രയയിലേക്കു സഹായകരൂപമേ നല്ല വൈദ്യനോ ദിവ്യൗഷധമേ ആത്മസജീവും അവൻ തന്നെ നല്ല വൈദ്യനോ ദിവ്യൗഷധമേ ആത്മസജീവും അവൻ തന്നെ യേശുമാരാധവേ 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 നായകനല്ലവേ ഇന്നുമെന്നും കൂടെയുള്ളവേ യേശുമാരാധവേ 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 നായകനല്ലവേ ഇന്നുമെന്നും കൂടെയുള്ളവേ യേശുമാരാധവേ 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 നായകനല്ലവേ ഇന്നുമെന്നും കൂടെയുള്ളവേ
Praise the Lord. Hallelujah. Hallelujah. Praise the Lord. ദൈവത്തിന്റെ അതിപരിശുദ്ധനാമം പിന്നെയും വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് പിന്നെയും ഉപവാസ പ്രാർത്ഥനയുടെ ആദ്യ ദിനക്കാലം നമുക്ക് സൂമിൽ കൂടി വരുവാൻ ദൈവം സഹായിച്ചുവല്ലോ. ഇന്ന് നമ്മുടെ ഇടയിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന പ്രിയ അഭിജിത്ത് പാസ്റ്ററേയും പ്രിയ ദേവദാസ അഭിജിത്ത് പാസ്റ്ററേയും പ്രിയ ദാസിയെയും ദേവദാസിയെയും ത്രിവേണി സിസ്റ്ററേയും ദൈവം സഹായിക്കുമാറാകട്ടെ. പ്രിയ മക്കള് ഹൈദരാബാദ് സെക്കൻഡറാബാദുള്ള പ്രദേശങ്ങളിൽ ദൈവത്തിന്റെ വേലയുമായിട്ട് ആയിരിക്കുന്നു. പ്രിയ ദേവദാസനെയും ദാസിയെയും അവിടെ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ സാക്ഷ്യം നമുക്ക് വളരെ ഏറ്റവും അനുഗ്രഹമായിരിക്കും. ദൈവം പ്രിയ ദേവദാസിയെ തൊട്ട ആ കർത്താവിന്റെ സ്നേഹം രുചിച്ചറിയുവാനൊക്കെ ദൈവം ഇടയാക്കിയല്ലോ. അതിനായിട്ട് ദൈവം പ്രിയ മക്കളെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം സഹായിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരുടെ ചർച്ച് സീഡ് ഓഫ് ലൈഫ് ചർച്ച്, ആ ചർച്ചയിൽ കൂടി വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം സഹായിക്കുമാറാകട്ടെ. തുടർന്ന് നമുക്ക് ഇവിടെ കാനഡയിൽ നമ്മുടെ സമയം 8:15 9:30 വരെയുള്ള സമയം, അതായത് ഇന്ത്യയിൽ 7 വരെയുള്ള സമയം പ്രിയ ദേവദാസനും ദേവദാസിയും നമ്മളോട് ശുശ്രൂഷിക്കും. ഈ മീറ്റിംഗ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായിരിക്കാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാമല്ലോ. ആ ദൂതുകൾ ഏറ്റെടുക്കുവാൻ പ്രൈസ് ദി ലോർഡ് എന്നൊരു വിടുതൽ ആയിട്ടാണ് നമ്മൾ കടന്നു പോകുവാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥനയോട് കൂടി ഇരിക്കാം. പ്രിയ ദേവദാസനെയും ദാസിയെയും ക്ഷണിക്കുന്നു. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഓക്കെ പാസ്റ്ററെ. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയുന്നത് കേൾക്കാമോ പാസ്റ്ററെ? കേൾക്കാം. ഓക്കെ. Praise the Lord. Can you hear my voice? എൻ്റെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. Sister, can you increase your voice a little bit? Yeah, okay. Thank you. I greet each and everyone in the name of Jesus Christ of Nazareth. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. I think all are from Canada only. ഞാൻ വിശ്വസിക്കുന്ന എല്ലാവരും കാനഡയിൽ നിന്ന് തന്നെയാണ്. So who all are connected here, all are from Canada, I think. ഞാൻ വിശ്വസിക്കുന്നു കണക്ട് ചെയ്ത ആളുകളെല്ലാം കാനഡയിലുള്ള ആളുകളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. Yeah, people who did not open their videos, can you please open your videos? നിങ്ങൾക്ക് വീഡിയോ ഓപ്പൺ ചെയ്യാൻ പറ്റുമെങ്കിൽ ദയവായി വീഡിയോ ഓപ്പൺ ചെയ്ത് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്കായിരിക്കാം. Can you please open your videos? വീഡിയോ ഓപ്പൺ ചെയ്യാൻ കഴിയുന്ന എല്ലാവരും വീഡിയോ ഓപ്പൺ ചെയ്ത് കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കായിരിക്കാം. Hallelujah. Thank you. Okay. How many of you, anybody is there here, already heard my testimony earlier? എൻ്റെ സാക്ഷ്യം നേരത്തെ കേട്ട ആരെങ്കിലും ഇവിടെ ഉണ്ടോ? So no one is here. Thank you so much. So that I can tell you detailedly. ആരും കേട്ടിട്ടില്ലാത്തത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം. അപ്പോൾ എൻ്റെ സാക്ഷ്യം നല്ല വിശാലമായിട്ട് പറയുവാൻ സാധിക്കും. Okay, except pastor, nobody have heard that my testimony. പാസ്റ്റർ ഒഴിച്ച് വേറെ ആരും എൻ്റെ സാക്ഷ്യം കേട്ടിട്ടില്ല. Thank you. Praise God. Praise the Lord. So today I think it's a fasting prayer is happening there. Yeah. It's a fasting prayer. ഉപവാസ പ്രാർത്ഥന നടക്കുകയാണല്ലോ. So in the online, I mean on YouTube, I have shared my testimony. എൻ്റെ സാക്ഷ്യം യൂട്യൂബിൽ പല ചാനലുകളിൽ വന്നിട്ടുണ്ട്. So I came from a Hindu Brahmin background. ഞാനൊരു ഹിന്ദു ബ്രാഹ്മണ കുടുംബപശ്ചാത്തലത്തിൽ നിന്നാണ് കർത്താവിനെ അറിയാനിടയായി തീർന്നത്. Everything I was unable to share. എനിക്ക് ഓൺലൈനിൽ മുഴുവനായിട്ട് ഷെയർ ചെയ്യാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. Because there are some limitations and restrictions. കാരണം ഓൺലൈനിൽ ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട് പറയാൻ.
So I came, I'm from a Hindu Brahmin background. ഞാനൊരു ഹിന്ദു ബ്രാഹ്മണ കുടുംബത്തിൽ നിന്നാണ് കടന്നു വന്നത്. My name is Triveni. എൻ്റെ പേര് ത്രിവേണി എന്നാണ്. I was born and brought up in Hyderabad. ഞാൻ ഹൈദരാബാദിലാണ് ജനിച്ചു വളർത്തപ്പെട്ടത്. My family, even I have one elder brother. എൻ്റെ കുടുംബത്തിൽ എനിക്കൊരു മൂത്ത സഹോദരനുണ്ട്. I am the last child. ഞാൻ എൻ്റെ കുടുംബത്തിലെ ഏറ്റവും ഇളയത് ഞാനാണ്. My parents both are lecturers. എൻ്റെ പാരൻസ് രണ്ടുപേരും ലെക്ചറർമാരാണ്. And my brother was a software employee. എൻ്റെ ബ്രദർ ഒരു സോഫ്റ്റ്വെയർ എംപ്ലോയി ആണ്. I finished my MBA finance. ഞാൻ എൻ്റെ MBA ഫിനാൻസ് സബ്ജക്റ്റിൽ പൂർത്തീകരിക്കുവാനിടയായി. So according to the time and according to the flow of the Holy Spirit, I'll continue this one. കർത്താവ് അനുവദിക്കുന്ന രീതിയിൽ പരിശുദ്ധാത്മാവ് ഏത് രീതിയിലാണോ ചലിക്കുന്നത് ആ രീതിയിൽ ഞാൻ എൻ്റെ സാക്ഷ്യം പറയാനിട വരും. Because every time God will make me to speak my testimony goes till I like 2 to 3 hours, but according to the requirement, Holy Spirit God will lead me and make me to speak. പരിശുദ്ധാത്മാവ് പലപ്പോഴും ഞാൻ ഓൺലൈനിൽ ഞാൻ പല സ്ഥലത്ത് ഷെയർ ചെയ്യുമ്പോൾ ജനത്തിൻ്റെ ആവശ്യം എങ്ങനെയാണോ, ജനം ഏത് രീതിയിൽ ഏതൊക്കെ രീതിയിലാണോ കഷ്ടപ്പെടുന്ന ആ രീതിയിൽ പരിശുദ്ധാത്മാവ് സാക്ഷ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. So to detail it, to tell, it will take 2 to 3 hours. അത് മുഴുവനായിട്ട് പറയണമെങ്കിൽ ഏകദേശം 2-3 മണിക്കൂർ സമയമെടുക്കും. So I'll tell the Holy Spirit God to take control over this. പരിശുദ്ധാത്മാവ് സകല നിയന്ത്രണവും ഏറ്റെടുക്കുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. So as I told, I was born and brought up in Hyderabad. ഞാൻ പറഞ്ഞതുപോലെ ഞാൻ ഹൈദരാബാദിലാണ് ജനിച്ചു വളർത്തപ്പെട്ടത്. From a Hindu background. ഞാൻ ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ So when I was studying my MBA, ഞാൻ MBA പഠിക്കുന്ന സമയത്ത് it was before 8 years before. 8 വർഷം മുന്നത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. So when I was studying, I used to work in one of the biggest MNC company in Hyderabad, High Tech City. ഹൈദരാബാദിൽ ഹൈടെക് സിറ്റിയിൽ ഒരു വലിയ മൾട്ടിനാഷണൽ കമ്പനിയിൽ ഞാൻ വർക്ക് ചെയ്യായിരുന്നു. After that is a night shift job. അതൊരു നൈറ്റ് ഷിഫ്റ്റ് ജോലിയായിരുന്നു. After finishing my night shift job, I'll come back to house. I will do all my rituals, means pujas and all. Then I'll sleep for 2 to 3 hours. I will get up and then I'll go to my college. ഞാൻ ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഒരു 2-3 മണിക്കൂർ ഉറങ്ങും. എന്നിട്ട് എൻ്റെ പൂജാ കർമ്മങ്ങളും എല്ലാം ചെയ്യും. എന്നിട്ട് ഞാൻ വീണ്ടും പഠിക്കാനായി കോളേജിലേക്ക് പോകുമായിരുന്നു. I was that much healthy. ഞാൻ അത്രയും ഹെൽത്തി ആയിട്ടുള്ള വ്യക്തിയായിരുന്നു. I was that much strong and healthy. അത്രയും ശക്തിയുള്ളൊരു വ്യക്തിയായിരുന്നു. So my health that time, what happened is, എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ ആ സമയത്ത് എൻ്റെ ആരോഗ്യം, my health was coming down day by എൻ്റെ day. ആരോഗ്യം ഓരോ ദിവസം കഴിയും തോറും അത് താഴേക്ക് വരുവാൻ തുടങ്ങി. I went to doctor also. ഞാൻ പല ഡോക്ടർമാരുടെ അടുക്കൽ പോയി. They told everything is normal, nothing is there. അവർ പറഞ്ഞു എല്ലാം നോർമലാണ്, ഒരു പ്രശ്നവും നിനക്കില്ല. But at that time, ആ സമയത്ത് one of the astrologer, we came to know one of the astrologer. ഒരു ജ്യോതിഷിയെ കാണുവാനിടയായി. One of the friend introduced that guy. എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹത്തെ എനിക്ക് പരിചയപ്പെടുത്തുവാനിടയായി. So I went to him. ഞാൻ അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് പോയി. I mean me and my family members. ഞാനും എൻ്റെ കുടുംബവും അദ്ദേഹത്തെ കാണുവാൻ പോയി. When we went there and we just showed the astrology and all. ഞങ്ങൾ അവിടെ ചെന്ന് എൻ്റെ ജ്യോതിഷം എല്ലാം കാണിക്കുവാനിടയായി തീർന്നു. As a Hindus, we are more fond of this astrology and all. ഹിന്ദു എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഈ ജ്യോതിശാസ്ത്രത്തിലൊക്കെ ഒത്തിരി താല്പര്യം കാണിച്ചിരുന്ന ആളുകളായിരുന്നു. So for everything we'll approach astrology. എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ ജ്യോതിഷികളെ കാണുമായിരുന്നു. Everything we'll see, good day or bad day, that too. This Brahmins, we are more into the rituals and tradition. ഞങ്ങൾ ബ്രാഹ്മണരായിരുന്നു കൊണ്ടും ആചാരാനുഷ്ഠാനങ്ങളിൽ അടിസ്ഥാനപ്പെട്ടവരായിരുന്നത് കൊണ്ടും ഈ പ്രത്യേകിച്ച് ഈ ജ്യോതിശാസ്ത്രത്തിലൊക്കെ ഒത്തിരി താല്പര്യം കാണിക്കുന്ന ആളുകളായിരുന്നു. So if ladies get monthly problem also, we have to sit aside for 3 days. ഞങ്ങളുടെ കുടുംബങ്ങളിൽ സ്ത്രീകൾക്ക് മാസമുറ വരുന്ന സമയങ്ങളിൽ ഞങ്ങൾ വീടിന്റെ പുറത്തിരിക്കേണ്ട അത്രയും ആചാരത്തിൽ ഞങ്ങളായിരുന്നു. That much into the traditions. അത്രയും ആചാരാനുഷ്ഠാനങ്ങളിലായിരുന്നു. So like that we went to that astrologer. ഞങ്ങൾ അങ്ങനെ ആസ്ട്രോളജറിന്റെ അടുക്കൽ പോകാനിടയായി തീർന്നു. We have seen I told my time of birth, date of birth. You have seen the astrology and all. ഞങ്ങൾ എൻ്റെ സമയം, എൻ്റെ ജനന സമയം എല്ലാം പറഞ്ഞു. അദ്ദേഹം എൻ്റെ ജ്യോതിഷം നോക്കുവാനിടയായി. So like that multiple times we have visited him. അങ്ങനെ ഞങ്ങൾ പല തവണ അദ്ദേഹത്തെ കാണുവാനായി പോയി. Every time for everything I used to visit him. എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ അദ്ദേഹത്തെ കാണാൻ പോകുമായിരുന്നു. That time he was around 70 years old. അദ്ദേഹത്തിന് ആ മനുഷ്യന് 70 വയസ്സ് പ്രായമുണ്ടായിരുന്നു.
So I have treated him like it's like nearly like a grandfather's age, like that. അദ്ദേഹത്തെ ഞാൻ എൻ്റെ മുത്തച്ഛൻ്റെ പ്രായമുള്ളത് കൊണ്ട് മുത്തച്ഛനെ പോലെ ഞാൻ അദ്ദേഹത്തെ കണക്കാക്കിയിരുന്നു. So he also treated me like he's a daughter and all. അദ്ദേഹം എന്നെ ഒരു മകളെ പോലെ സ്നേഹിക്കുമായിരുന്നു. So one day I told him that, അദ്ദേഹത്തോട് ഒരു ദിവസം ഞാൻ ഇങ്ങനെ പറഞ്ഞു, Uncle, I don't know why I'm feeling like that. I couldn't do my job properly. എന്റെ ജോലി എനിക്ക് ശരിയായിട്ട് ചെയ്യുവാൻ കഴിയുന്നില്ല അങ്കിൾ എന്ന് ഞാൻ I'm അദ്ദേഹത്തോട് feeling പറഞ്ഞു. weak on my body. എന്റെ ശരീരം വീക്കാണെന്ന് ഞാൻ പറഞ്ഞു. He said that nothing will happen. You just go and do your job. അദ്ദേഹം എന്നോട് പറഞ്ഞു, നിനക്കൊന്നും ഒരു പ്രശ്നവുമില്ല, നീ നിന്റെ ജോലി നീ ചെയ്യുക. Then I took it very light. ഞാൻ അത് വളരെ ലഘുവായിട്ട് എടുത്തു. Again after few days, കുറച്ച് ദിവസം കൂടെ I കഴിഞ്ഞപ്പോൾ asked him. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. He said that, അദ്ദേഹം എന്നോട് ഇങ്ങനെ പറഞ്ഞു, okay, I will do one thing. ഞാനൊരു കാര്യം ചെയ്യാം, I will take some nazar. ഞാൻ നിന്റെ മേലുള്ള ദൃഷ്ടി മാറ്റി തരാമെന്ന് You പറഞ്ഞു. come to house. നീ എന്റെ ഭവനത്തിലേക്ക് വരിക. Me and my brother went to that house. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഞാനും എന്റെ സഹോദരനും പോകുവാനിടയായി. He was speaking normally. അദ്ദേഹം വളരെ നോർമലായി ഞങ്ങളോട് സംസാരിക്കുകയായിരുന്നു. He just stood and he just stood and just cut my hair. അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് എന്റെ മുന്നിൽ എഴുന്നേറ്റ് നിന്ന് എന്റെ തലയിൽ നിന്നും കുറച്ച് മുടി എടുക്കുവാനിടയായി തീർന്നു. He did not say that I will take off your little hair. അദ്ദേഹം എന്നോട് ഞാൻ നിന്റെ തലമുടി എടുക്കാമെന്ന് അദ്ദേഹം പറഞ്ഞില്ല, പക്ഷെ എന്നോട് ചോദിക്കാതെ അദ്ദേഹം എന്റെ തലമുടി എടുത്തു. Speaking normally, വളരെ സാധാരണയായി സംസാരിച്ചുകൊണ്ട് suddenly took the scissor from his pocket and took my hair. അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നിന്നും ഒരു കത്രിക എടുത്ത് എന്റെ തലമുടി മുറിച്ചെടുക്കുവാനിടയായി I തീർന്നു. asked, Uncle, why you are taking this? അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ എന്റെ തലമുടി എടുത്തത്? He said that some nazar I will take like that. അദ്ദേഹം പറഞ്ഞു, നിന്റെ മേലുള്ള ദൃഷ്ടി മാറ്റുവാൻ വേണ്ടിയാണെന്ന് പറഞ്ഞു. After that I forgot that one. അതിനുശേഷം ഞാൻ ഇത് മറന്നു പോകുവാനിടയായി. Again we came back to our house. എന്നിട്ട് ഞങ്ങൾ ഭവനത്തിലേക്ക് മടങ്ങി വന്നു. Few days I am normal. കുറച്ച് ദിവസം ഞാൻ നോർമൽ ആയിരുന്നു. Then after again few days, കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ I called to that uncle and told, അദ്ദേഹത്തോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, my situation is becoming worse day by day. ഓരോ ദിവസം കഴിയുന്നോറും എന്റെ അവസ്ഥ പ്രശ്ന സങ്കീർണമായിക്കൊണ്ടിരിക്കുകയാണ്. Then he said that, അദ്ദേഹം എന്നോട് ഇങ്ങനെ പറഞ്ഞു, you are very near, you yourself will quit the job. അദ്ദേഹം എന്നോട് പറഞ്ഞു, നീ സ്വതവേ നീ തന്നെ നിന്റെ ജോലി രാജിവെക്കുമെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. I asked him, അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, why I have to quit my job? എന്തുകൊണ്ട് ഞാൻ എന്റെ ജോലി രാജിവെക്കണം? Somehow I convinced my parents and I joined in this job. ഈ ജോലിയിൽ ഞാൻ എങ്ങനെയോ എന്റെ പാരന്റ്സിനെ കൺവിൻസ് ചെയ്താണ് ഞാൻ ഈ ജോലിയിൽ കയറിയത്. Because they are not ready. They did not accepted me to work like this and going to college simultaneously. അദ്ദേഹം എന്നോട് പറഞ്ഞു, അവരെന്നോട് പറഞ്ഞു, എന്റെ വീട്ടുകാരെന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, നീ ഇപ്പോൾ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, അതുകൊണ്ട് നീ ഇപ്പോൾ തന്നെ ജോലിയിൽ പ്രവേശിക്കേണ്ട ആവശ്യമില്ല. So they said, but I convinced them and I started going ഞാൻ to my അവരെ job. എങ്ങനെയോ സമ്മതിപ്പിച്ചാണ് ഞാൻ ഈ ജോലിയിൽ കയറിയത്. So easily I will not quit that job. ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെ എത്ര പെട്ടെന്ന് ആ ജോലി വിടുകയില്ല. Once I finish my MBA, ഞാൻ എന്റെ MBA കഴിഞ്ഞതിന് ശേഷം I'll go to onshore. ഞാൻ പുറ രാജ്യങ്ങളിൽ പോകുവാനിടവരും. It's like US. അമേരിക്കയിലേക്ക് That is a പോകുവാനിടവരും. US based job. കാരണം എനിക്ക് കിട്ടിയത് ഒരു US ബേസ്ഡ് So that much ജോബായിരുന്നു. growth is there. അത്രയും വളർച്ചയുണ്ട് ആ ജോലിയിൽ. My salary will increase to 2 lakhs at least per month. എന്റെ സാലറി 2 ലക്ഷത്തിന് മേൽ പോകാൻ സാധ്യതയുണ്ട്. And that uncle said that, അദ്ദേഹം എന്നോട് ഇങ്ങനെ പറഞ്ഞു, I know these things. എനിക്ക് ഈ കാര്യങ്ങളെല്ലാം അറിയാം. You yourself will quit the job. നീ തന്നെ നീ ഈ ജോലി രാജിവെക്കും. I did not understood why he is speaking like this. അദ്ദേഹം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംസാരിച്ചു എന്നെനിക്ക് മനസ്സിലായില്ല. And I don't have that much maturity to understand and to analyze anything. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കുവാനോ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഗ്രഹിക്കുവാനുള്ള ജ്ഞാനം ആ സമയത്ത് എനിക്കുണ്ടായില്ല. I did not have that much age maturity that time. ആ സമയത്ത് എനിക്ക് അത്രയും പക്വതയില്ലായിരുന്നു. Then I took it very light. ഞാൻ വളരെ ലഘുവായിട്ട് അതെടുത്തു. The moment I go to office, ഞാൻ ഓഫീസിൽ ചെല്ലുന്ന സമയത്ത് what will happen is, എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു. I feel that someone is poking on my chest. ആരോ എന്റെ നെഞ്ചിൽ സൂചി കുത്തി ഇറക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെടുമായിരുന്നു. And I feel something is burden on me. എന്തോ ഭാരം എന്റെ മേലിരിക്കുന്നു. I couldn't sit in that office. എനിക്ക് എന്റെ ഓഫീസിൽ ഇരിക്കുവാൻ കഴിയുമായിരുന്നില്ല. If I come out of that office, ഞാൻ ആ ഓഫീസിൽ ഇരുന്നാൽ I'll be normal. ഞാൻ വളരെ നോർമൽ ആയിരിക്കും. If I am
in that office. ആ ഓഫീസിൽ So every time if I go inside of the office, I'll feel that something is heavy. I couldn't sit on that seat. എന്തോ എൻ്റെ മേലൊരു ഭാരം ഇരിക്കുന്നത് പോലെയും എനിക്ക് ആ കസേരയിൽ ഇരിക്കാൻ കഴിയാത്തത് പോലെയും എനിക്ക് I'll അനുഭവപ്പെടുമായിരുന്നു. say some lies, some excuses, some reasons, and then I'll come out of that office. ഞാൻ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് ഞാൻ ഓഫീസിൽ നിന്ന് പുറത്തു വരുമായിരുന്നു. One day I'll tell I got a headache and stomach pain or something. I'll say to my team leader, and I used to come out of that എന്റെ office. ടീം ലീഡറിനോട് എനിക്ക് വയറുവേദനയൊന്നോ തലവേദനയൊന്നോ ഭവനത്തിൽ എന്തെങ്കിലും അത്യാവശ്യമാണെന്നോ പറഞ്ഞിട്ട് ഞാൻ ഓഫീസിൽ നിന്ന് ലീവ് എടുക്കുമായിരുന്നു. The moment I come out of that office, ഞാൻ ഓഫീസിൽ നിന്ന് പുറത്തു വരുന്ന സമയത്ത് I'll be normal. ഞാൻ നോർമലായിരിക്കും. If I go again to that office, ഞാൻ ഓഫീസിലേക്ക് മടങ്ങി ചെന്നാൽ again I'll feel like this. എനിക്ക് വീണ്ടും ഭാരം തോന്നും. Then when I come out of that office, ഞാൻ ഓഫീസിൽ നിന്ന് പുറത്തു വരുമ്പോൾ I used to think like this. ഞാൻ ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു, Okay, tomorrow onwards I should not behave like this. നാളെ മുതൽ ഞാൻ ഒരിക്കലും ഇങ്ങനെ പെരുമാറാൻ പാടില്ല. I have to be proper. ഞാൻ വളരെ പ്രോപ്പർ ആയിട്ടിരിക്കണം. I have to sit properly. ഞാൻ എൻ്റെ ഓഫീസിൽ വളരെ പ്രോപ്പർ ആയിരിക്കണം. Then when after going from office, whatever pujas I used to do, ഞാൻ ഓഫീസിൽ നിന്ന് പോയതിനു ശേഷം എന്തെല്ലാം പൂജകൾ ഞാൻ ചെയ്യുമോ I used to do puja like this ഞാൻ ഇങ്ങനെ പൂജ ചെയ്യുമായിരുന്നു. to that God and goddesses. ആ ദേവി ദേവന്മാർക്ക് ഞാൻ ഇങ്ങനെ പൂജ ചെയ്യുമായിരുന്നു. Please help me to sit in on that chair. ഈ ഓഫീസ് ചെയറിൽ എങ്ങനെയെങ്കിലും ഞാൻ ഇരുന്ന് ജോലി ചെയ്യണമെന്നുള്ള രീതിയിൽ ഞാൻ പൂജകൾ ചെയ്യാൻ തുടങ്ങി. So again when I go back to my office, ഞാൻ ആ ഓഫീസിലേക്ക് കടന്നു ചെല്ലുമ്പോൾ same condition. അതേ അവസ്ഥ. So every day by day my condition became worse. ഓരോ ദിവസം കഴിയുന്നോറും എൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാകുവാൻ തുടങ്ങി. At last again I called to that same uncle. ഞാൻ വീണ്ടും ആ അങ്കിളിനെ ഫോൺ ചെയ്തു. Uncle, I couldn't sit here. അങ്കിൾ എനിക്ക് ഇവിടെ ഇരിക്കുവാൻ കഴിയുന്നില്ല. I can't. എനിക്ക് ആ ഓഫീസിൽ ഇരിക്കാൻ കഴിയുന്നില്ല. I want to resign my job. എൻ്റെ ജോലി ഞാൻ രാജിവെക്കണം. Then he said that. അദ്ദേഹം എന്നോട് ഇങ്ങനെ പറഞ്ഞു, That's what I want. അത് തന്നെയാണ് എനിക്ക് വേണ്ടത്. I am waiting for this call. ഈ കോളിന് വേണ്ടിയാണ് ഞാൻ ഇത്രയും കാലം വെയിറ്റ് Then ചെയ്തുകൊണ്ടിരുന്നത്. I asked him, why you are waiting for this? ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നത്? Nothing like that. You just come and do work along with my son. You join in his office. അദ്ദേഹം എന്നോട് പറഞ്ഞു, എൻ്റെ മകനൊരു ഓഫീസുണ്ട്, എൻ്റെ മകന്റെ അടുക്കൽ നീ വന്ന് ജോലി ചെയ്യണം, അദ്ദേഹത്തിന്റെ ഓഫീസിൽ നീ ചേരുക എന്ന് പറഞ്ഞു. He did not started his office only. അദ്ദേഹം ഓഫീസ് അതുവരെ തുടങ്ങിയിട്ടില്ല. They have some plans. അവർക്ക് ചില പ്ലാനുകൾ ഉണ്ടായിരുന്നു. But I don't have any intention or desire to start or to join with him. എനിക്ക് അദ്ദേഹത്തിന്റെ ജോലിയിൽ ചേരുവാനോ അദ്ദേഹത്തിന്റെ ആ ഓഫീസിൽ ചേരാനോ ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. So okay, whatever it is, first I want to resign this job. എന്ത് തന്നെയായിരുന്നാലും ആദ്യം എനിക്ക് ഈ ജോലി രാജിവെക്കണം. Everyone asked why you are resigning this one. എല്ലാവരും എന്നോട് ചോദിച്ചു, എന്തിനാണ് നീ ഈ ജോലി രാജിവെക്കുന്നത്? Such a big job. അത്രയും വലിയ ജോലി, Such a good one. അത്രയും നല്ല ജോലി People won't get easily. എത്രയും പെട്ടെന്ന് ആളുകൾക്ക് അത്രയും നല്ല ജോലി ലഭ്യമാകുകയില്ല. I told to everyone that my exams are there, my project is there. Like that I told, and I just came. എല്ലാവരോടും ഞാൻ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് എക്സാം ആണ്, എനിക്ക് പഠിക്കണം, എനിക്ക് എക്സാമിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം, അതുകൊണ്ടാണ് ഞാൻ ഈ ജോലി രാജിവെക്കുന്നത്. After completion of my notice period 2 months, എന്റെ നോട്ടീസ് പീരീഡ് കഴിഞ്ഞതിന് ശേഷം I came out of that ഞാൻ office. ആ ഓഫീസിൽ നിന്ന് പുറത്തു വന്നു. I thought that everything will be normal. ഞാൻ ചിന്തിച്ചത് എല്ലാം നോർമൽ ആയിരിക്കും, Everything, my health will be normal. എന്റെ ഹെൽത്ത് നോർമൽ ആയിരിക്കും. Because that is a night shift job. കാരണം അതൊരു രാത്രി സമയമുള്ള നൈറ്റ് ഷിഫ്റ്റ് ജോലിയാകുന്നു. I thought if I quit my night shift job, I'll be normal. ഞാൻ ചിന്തിച്ചത് ഇപ്രകാരമാണ്, ഞാൻ ഒരുപക്ഷെ എന്റെ നൈറ്റ് ഷിഫ്റ്റ് ജോലി ഞാൻ രാജിവെച്ചാൽ ഞാൻ ഒരുപക്ഷെ എനിക്ക് എല്ലാം ഓക്കെ ആയിരിക്കും. But after that, my health became more worst. എന്റെ ആരോഗ്യം ക്രമേണ അത് താഴേക്ക് വരുവാൻ തുടങ്ങി. Then I understood that something is wrong. എനിക്ക് മനസ്സിലായി എന്തോ പ്രശ്നമുണ്ട്. Finally, I was unable to get up from my bed. അവസാനം എന്റെ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുവാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് മാറി. I went to doctor. I went to many doctors. I have gone through all the medical tests. ഞാൻ ഹൈദരാബാദിലെ നല്ല ഡോക്ടർമാരുടെ അടുക്കലെല്ലാം ചെന്നു. അവര് പറഞ്ഞ എല്ലാ ടെസ്റ്റുകളും ഞാൻ ചെയ്തു. Everything is normal. എല്ലാം നോർമലാണ്. So every report is normal. എല്ലാ റിപ്പോർട്ടും നോർമലാണ്.
Then we did not understood why it is happening. ഞങ്ങൾക്ക് മനസ്സിലായില്ല എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന്. So for every coming full moon day, half moon day, I have gone through a lot. എല്ലാ അമാവാസി പൗർണമി ദിവസങ്ങളിൽ ഞാൻ ഒരുപാട് ഭാരം അനുഭവിക്കുമായിരുന്നു. Then someone told that you just go and visit some witch doctor. ചില ആളുകൾ എന്നോട് പറഞ്ഞു, നീ ഏതെങ്കിലും മന്ത്രവാദം ചെയ്യുന്ന ആളുകളുടെ അടുക്കലേക്ക് പോകുക. They will give some tavis. അവർ നിനക്ക് ചിലപ്പോൾ ചില രക്ഷ എഴുതി ഏലസുകൾ തരും, Some lemons. നാരങ്ങ തരും, Something they will give. ചില കാര്യങ്ങൾ അവർ നിനക്ക് തരും. Because we are sensing some witchcraft over your daughter. അവർ എന്നോട് പറഞ്ഞു, നിന്റെ മകളുടെ മേൽ ഏതോ മന്ത്രവാദ പ്രയോഗങ്ങൾ ഉണ്ടെന്ന് അവരെന്നോട്, എൻ്റെ അമ്മയോട് പറയുവാനിടയായി. But we did not trusted it. ഞങ്ങളത് വിശ്വസിച്ചില്ല. But because of my condition, we have visited some people. ചില ആളുകൾ നിരന്തരമായി പറയാൻ തുടങ്ങിയത് കൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുവാനിടയായി. Then they told that yes, some witchcraft is there. ചില ആളുകൾ എന്നോട് പറഞ്ഞു, ചില മന്ത്രവാദ ശക്തികൾ നിന്റെ മകൾക്ക് ഏറ്റിട്ടുണ്ട്. Someone did witchcraft. ചില വ്യക്തികൾ നിന്റെ മകൾക്കെതിരെ മന്ത്രവാദം ചെയ്തിട്ടുണ്ട്. They gave some lemons, they gave some tavis and all. അവർ ചില നാരങ്ങ, ചില ഏലസ്, ചില രക്ഷ എല്ലാം തരുവാൻ തുടങ്ങി. So 2 to 3 days I'll be normal. 2-3 ദിവസം ഞാൻ നോർമൽ ആയിരിക്കും. Again after 3-4 days or 2 to 3 days, again it was again I started struggling. 2-3 ദിവസം കഴിഞ്ഞാൽ വീണ്ടും എൻ്റെ പ്രശ്നങ്ങൾ, എൻ്റെ പ്രയാസങ്ങൾ വീണ്ടും വരുവാൻ തുടങ്ങി. Then again after that, again we'll go to some other witch doctor. ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും ഏതെങ്കിലും മന്ത്രവാദം ചെയ്യുന്ന ആളുകളുടെ അടുക്കൽ പോകുവാൻ തുടങ്ങി. So it continued like that. അതിങ്ങനെ തുടർമാനമായി നടന്നുകൊണ്ടിരുന്നു. Then we have visited some astrologers. അതിനുശേഷം ഞാൻ ചില ജ്യോതിഷ ശാസ്ത്രം ചെയ്യുന്ന ആളുകളുടെ അടുക്കൽ പോകാനിടയായി. We asked them what is happening here. ഞാൻ അവരോട് ചോദിച്ചു, എന്താണ് എൻ്റെ ലൈഫിൽ സംഭവിക്കുന്നത്, Why I am struggling like this. എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഭാരപ്പെടുന്നത്. They have seen the astrology and they told that everything is normal. അവർ എൻ്റെ ജ്യോതിഷം നോക്കിയിട്ട് പറഞ്ഞു, എല്ലാം നോർമൽ ആകുന്നു. So you no need to worry. നീ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. And from where these things are coming? എവിടെ നിന്നാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്? I did not understand. എനിക്കൊന്നും മനസ്സിലായില്ല. In astrology nothing is there. എന്റെ ജ്യോതിശാസ്ത്രത്തിൽ ഒന്നുമില്ല. I am doing lot of pujas. ഞാൻ ഒരുപാട് കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. Lot of rituals. ഒരുപാട് ആചാരങ്ങൾ ഞാൻ അനുഷ്ഠിക്കുന്നു. And simultaneously I am going and getting all the talismans and lemons. ഞാൻ ഓരോ മന്ത്രവാദികളുടെ അടുക്കൽ ചെന്ന്, ഓരോ ക്ഷേത്രങ്ങളിൽ ചെന്ന് രക്ഷയും ഏലസും നാരങ്ങയും എല്ലാം ഞാൻ പൂജിച്ച് മേടിക്കുന്നു. But my condition is not at all good. എന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒട്ടും ശരിയായതല്ല. After few days, കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ a big fight happened between us and that uncle. ഞങ്ങളും ആ പ്രായമുള്ള ആ മന്ത്രവാദിയും തമ്മിൽ ഒരു ചില വാക്ക് തർക്കം ഉണ്ടാകുവാനിടയായി. We got some argument. ചില വാക്ക് തർക്കങ്ങൾ He ഉണ്ടാകുവാനിടയായി. slipped one word that അദ്ദേഹം ഒരു വാക്ക് ഇങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞു, I made you to quit the job, he said. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാനാണ് നിന്നെ ഈ ജോലി രാജിവെക്കുവാൻ കാരണമായി തീർന്നത്. You have to be under my control. നീ എന്റെ കൺട്രോളിലായിരിക്കണം. Wherever you go, nobody can rescue you. നീ എവിടെ ചെന്നാലും ആർക്കും നിന്നെ രക്ഷിക്കുവാൻ കഴിയത്തില്ല. I asked him why. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തുകൊണ്ടാണ്? He did not say anything. അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. But whoever seen that pujas or any witchcraft, anything, nobody can trace my face. ആര് നിന്നെ രക്ഷിക്കാൻ ശ്രമിച്ചാലും, ആരാണ് നിനക്കെതിരെ മന്ത്രവാദം ചെയ്തതെന്ന് ആർക്കും കണ്ടുപിടിക്കാൻ കഴിയത്തില്ല. ആർക്കും എന്റെ മുഖം തെളിഞ്ഞു വരികയില്ല. Like that we got some fight between us and we just disconnected him. ഞങ്ങൾക്ക് തമ്മിൽ ഒരു ചെറിയ പ്രശ്നമുണ്ടായ നിമിത്തം അദ്ദേഹവുമായിട്ടുള്ള ബന്ധം ഞങ്ങൾ വിച്ഛേദിച്ചു. We got some doubt, something he did. ഞങ്ങൾക്ക് മനസ്സിലായി അദ്ദേഹം ഞങ്ങൾക്കെതിരെ എന്തോ ചെയ്തു. That's why we stopped speaking. അവരോട് ഞങ്ങൾ അദ്ദേഹത്തോട് സംസാരിക്കുന്നത് ഞങ്ങൾ മതിയാക്കി. Like that after few days, കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ my health became more worse. എന്റെ ആരോഗ്യം വീണ്ടും നശിക്കുവാൻ തുടങ്ങി. My skin started going from my hands, neck, everywhere. എന്റെ കഴുത്തിൽ നിന്നും എന്റെ കയ്യിൽ നിന്നും എന്റെ ചർമ്മം മുഴുവൻ അതിങ്ങനെ അടർന്നു വീഴുവാൻ തുടങ്ങി. Everywhere devil started eating my skin. പിശാച് എന്റെ ചർമ്മത്തെ, എന്റെ ത്വക്കിനെ തിന്നുവാൻ തുടങ്ങി. Upon my hands, fingers, everywhere. എന്റെ കയ്യിലും എന്റെ വിരലുകളിലും ഉള്ള ചർമ്മത്തെ പിശാച് തിന്നുവാൻ തുടങ്ങി. I went to many dermatologists. ഞങ്ങൾ ഒരുപാട് ത്വക്ക് രോഗ വിദഗ്ധരുടെ അടുക്കലേക്ക് പോയി. The topmost dermatologist in Hyderabad. ഹൈദരാബാദിലുള്ള ഏറ്റവും നല്ല ത്വക്ക് രോഗ വിദഗ്ധരുടെ അടുക്കൽ ഞങ്ങൾ പോയി. They also did not understood what is this, why it is happening to അവർക്ക് പോലും മനസ്സിലായില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചർമ്മവ്യാധി എന്ന്.
Then they gave some antibiotic ointments or some tablets, some ointments they gave. And അവർ they ചില sent me off. മരുന്നുകളും ചില ആന്റിബയോട്ടിക്കലും ചില ടാബ്ലറ്റും തന്ന് ഞങ്ങളെ തിരിച്ചയച്ചു. Then my health, when it became more worse, എന്റെ ആരോഗ്യം വളരെ മോശമായപ്പോൾ it is I couldn't get up from the bed. എനിക്ക് കട്ടിൽ നിന്ന് എഴുന്നേൽക്കുവാൻ കഴിയാത്ത അവസ്ഥയായി. By seeing my condition, someone told to my mother that എന്റെ അവസ്ഥ കണ്ട് ചില വ്യക്തികൾ എന്റെ അമ്മയോട് ഇങ്ങനെ പറഞ്ഞു, some witchcraft happened against your നിന്റെ- family and നിന്റെ against your daughter. നിന്റെ കുടുംബത്തിനും നിന്റെ മകൾക്കെതിരായി ആരോ മന്ത്രവാദം ചെയ്തിരിക്കുകയാണ്. Again we visited some witch doctor. വീണ്ടും ഞങ്ങൾ മന്ത്രവാദികളെ കാണുവാൻ തുടങ്ങി. They told, yeah, someone did it. അവര് പറഞ്ഞു, ആരോ നിനക്കെതിരെ മന്ത്രവാദം ചെയ്തു, So we have to protect your daughter. നിന്റെ മകളെ ഞങ്ങൾ സംരക്ഷിക്കണം, So you have to pay some lakhs. ചില ലക്ഷങ്ങൾ നിങ്ങൾ അതിനുവേണ്ടി ചെലവിടണം, Because that many ingredients, that many items are required to rescue your daughter. നിന്റെ മകളെ രക്ഷിക്കുവാൻ അത്തരത്തിലുള്ള സംഗതികൾ ആവശ്യമായിട്ടുണ്ട്. So we paid lakhs and lakhs of money. ഞങ്ങൾ ലക്ഷക്കണക്കിന് രൂപ അതിനുവേണ്ടി Many ചെലവിട്ടു. witch doctors. ഒരുപാട് മന്ത്രവാദികളുടെ അടുക്കൽ ഞങ്ങൾ പോയി. Then someone told me that ചില വ്യക്തികൾ എന്നോട് പറഞ്ഞു, if you go to some temple in the Karnataka, കർണാടകത്തിലുള്ള ചില അമ്പലത്തിൽ നീ ചെന്നാൽ a temple that a god name called as Raghavendra Swami, രാഘവേന്ദ്ര സ്വാമി ടെമ്പിൾ എന്ന് പറയുന്ന ഹൈദരാബാദിലുള്ള വളരെ കർണാടകത്തിലുള്ള വളരെ പ്രശസ്തമായ ഒരു അമ്പലത്തിൽ നീ ചെന്നാൽ if you go, we stay 3 days and we do some things there, means whatever witchcraft is there, it will go back, they said. അവർ എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, നീ ആ അമ്പലത്തിൽ ചെന്ന് ആ ക്ഷേത്രത്തിൽ ചെന്ന് 3 ദിവസം അവിടെ താമസിച്ച് ചില കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഏത് മന്ത്രവാദമാണെങ്കിലും നിനക്ക് രക്ഷ ലഭിക്കും. So we went there. ഞങ്ങൾ അവിടെ ചെന്നു. They kept some mudras, they're burning some things and they kept അവർ like a mudra here. ലോഹം ചൂടാക്കി ഇരുമ്പ് ചൂടാക്കി എന്റെ ശരീരത്തിൽ ചില മുദ്രകൾ വയ്ക്കുവാനിടയായി. That is, they will do only for the vegetarians. ആ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ സസ്യാഹാരം കഴിക്കുന്ന ആളുകൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. Should not touch egg also. അങ്ങ് അവിടെ പോകുന്ന ആളുകൾ മുട്ട പോലും തൊടുവാൻ പാടില്ല. Only to those people only they will do. അങ്ങനെ സസ്യഭൂക്കുകളായ വ്യക്തികൾക്ക് വേണ്ടി മാത്രമേ അവർ ഇങ്ങനെയുള്ള പൂജകൾ ചെയ്യത്തുള്ളൂ. And they told us to do a few more pujas. അവർ എന്നോട് വലിയ വലിയ ചില പൂജകൾ ചെയ്യുവാൻ പറഞ്ഞു. Me and my mother went and we stayed 3 days there and we did all the things. ഞാനും എന്റെ അമ്മയും അവിടെ ചെന്ന് 3 ദിവസം അവിടെ താമസിച്ച് പല പൂജകളും പല കർമ്മങ്ങളും ചെയ്യുവാൻ തുടങ്ങി. And with wet clothes we have to roll around the temple. ആ അമ്പലത്തിന് ചുറ്റും 3 തവണ ഈറനെടുത്ത് ഉരുൾ നേർച്ച ഞങ്ങൾ ചെയ്തു. Half minute we finish only we'll feel vomiting. 2-3 തവണ ഉരുളുമ്പോൾ തന്നെ 1/2 മിനിറ്റ് കൊണ്ട് തന്നെ എനിക്ക് ഓക്കാനം വന്നു. And 21 times with my kneel down I have to do that pradakshina around the temple. എന്റെ മുട്ടിൽ ആ അമ്പലത്തിന് ചുറ്റും ആ ക്ഷേത്രത്തിന് ചുറ്റും എന്റെ മുട്ടിൽ ഞാൻ 21 തവണ നടന്ന് പ്രദക്ഷിണം ചെയ്തു. And after finishing off all these things, ഈ കാര്യങ്ങളെല്ലാം ചെയ്തതിനു ശേഷം that pujari said that പൂജാരി ഇങ്ങനെ പറഞ്ഞു, now nothing will harm your daughter. നിന്റെ മകളെ ഇനി ഒന്നും തൊടത്തില്ല. Everything went back. എല്ലാ മന്ത്രവാദവും തിരിച്ചുപോയി. You go peacefully to your നീ house. സമാധാനത്തോടെ പോകുക. Like that we came back to our house. ഞങ്ങൾ അങ്ങനെ ഞങ്ങളുടെ ഭവനത്തിലേക്ക് മടങ്ങി വരുവാനിടയായി. But after few days, കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ again same problem. പഴയ പ്രശ്നങ്ങൾ വീണ്ടും എന്റെ ലൈഫിൽ വന്നു. The problem became more worse. ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ അധികമാകുവാൻ തുടങ്ങി. For every full moon day, half moon day means full of attacks. അമാവാസി പൗർണമി ദിവസങ്ങളിൽ എപ്പോഴും പ്രശ്നങ്ങൾ, അറ്റാക്കുകൾ. So I will understand that someone is doing something against me. എനിക്ക് മനസ്സിലായി ആരോ എനിക്കെതിരെ എന്തോ ചെയ്യുന്നുണ്ട്. I used to feel to hit my head to wall. എനിക്ക് എപ്പോഴും തോന്നുമായിരുന്നു എന്റെ തല കൊണ്ട് ചുമരിൽ മേൽ ഇടിക്കണം. Something I have to do and I have to die. എന്തെങ്കിലും ചെയ്ത് ഞാൻ ആത്മഹത്യ ചെയ്യണം. No energy in my body. എന്റെ ശരീരത്തിൽ ആരോഗ്യമില്ല. Full of weakness. എപ്പോഴും തളർച്ച. So I was unable to sleep. എനിക്ക് ഉറങ്ങുവാൻ കഴിയുന്നില്ല. This was my condition. So we have went to visit many witch doctors. ഞങ്ങൾ ഒരുപാട് മന്ത്രവാദികളെ കാണുവാൻ പോയി. In Andhra, Telangana, Karnataka, every pilgrim places we have visited. എല്ലാ പുണ്യക്ഷേത്രങ്ങളിലും ആന്ധ്ര, തെലങ്കാന, കർണാടക ഈ 3 സംസ്ഥാനങ്ങളിലുള്ള എല്ലാ പുണ്യക്ഷേത്രങ്ങളിലും ഞങ്ങൾ ചെന്നു. We are not understanding what is happening here. എന്താണ് എന്റെ ലൈഫിൽ നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. Something is there. We know that something is there. എനിക്കറിയാം എന്തോ സംഭവിക്കുന്നുണ്ട്. By that time only we have lost a lot of
money. ആ സമയത്ത് തന്നെ ഞങ്ങൾക്ക് ഈ കർമ്മങ്ങളും പൂജകളും ചെയ്യുവാൻ ഒരുപാട് It is increasing, problems are increasing. ഇത്രയും പണം ചെലവഴിച്ചിട്ടും എന്തുകൊണ്ട് എന്റെ പ്രശ്നങ്ങൾ അധികമാകുന്നു? So like this, അങ്ങനെ if I want to sleep means എനിക്ക് ഉറങ്ങണമെങ്കിൽ someone have to sit and someone have to watch me, then only I can sleep. ആരെങ്കിലും ഉണർന്നിരുന്ന് എന്നെ രണ്ട് കണ്ണും കൊണ്ട് നോക്കമേ എനിക്ക് ഉറങ്ങുവാൻ കഴിയത്തുള്ളൂ. I'll turn on all the lights. എന്റെ വീട്ടിലുള്ള സകല ലൈറ്റുകളും ഞാൻ ഓണാക്കും. I'll put candles around me. എന്റെ ചുറ്റും മെഴുകുതിരി കത്തിച്ചു വെക്കും. I'll put some smoke. എന്റെ ഈ ശാമ്പറാണി ഞാൻ കത്തിച്ചു വെക്കും. Then someone, if my mother have to sit there and have to watch, look at me, then only I can go to the sleep. എന്റെ അമ്മ കണ്ണു തുറന്നിരുന്ന് എന്നെ നോക്കിക്കൊണ്ടിരുന്നാൽ മാത്രമേ അല്പസമയം ഉറങ്ങുവാൻ എനിക്ക് കഴിയുമായിരുന്നുള്ളൂ. So like that, every day it used to happen. എല്ലാ ദിവസവും ഇതിങ്ങനെ That I cannot disturb her because next day she have to go to her job or college. എനിക്കൊരു കാര്യം മനസ്സിലായി, ഒരിക്കലും എന്റെ അമ്മയെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുവാൻ കഴിയത്തില്ല. കാരണം ഞാൻ ഇങ്ങനെ സംഭവിച്ചാൽ എന്റെ അമ്മയ്ക്ക് കോളേജിൽ പോകാൻ കഴിയത്തില്ല. Then I stopped asking her. ഞാൻ അമ്മയോട് ചോദിക്കുന്നത് ഞാൻ മതിയാക്കി. Then I did not slept for many days. അനേക ദിവസങ്ങളിൽ ഞാൻ ഉറങ്ങിയില്ല. I used to sleep like this. കണ്ണു തുറന്നു പിടിച്ച് ഞാൻ കട്ടിൽ കിടക്കുമായിരുന്നു. Scared to close my eyelids. എന്റെ കണ്ണ് അടയ്ക്കാൻ, കൺപോളെ അടയ്ക്കുവാൻ ഭയമായി തുടങ്ങി. Because full of fear. എപ്പോഴും ഭയം. Every time some spirits are moving in that house. എന്റെ വീട്ടിന്റെ അകത്ത് ചില ദുരാത്മാക്കൾ ചലിക്കുന്നത് എനിക്ക് കാണുവാൻ കഴിഞ്ഞു. Suddenly sounds used to come in the house. എന്റെ വീട്ടിനകത്തുനിന്ന് പെട്ടെന്ന് ചില ഭയങ്കര ശബ്ദങ്ങൾ വരുവാൻ തുടങ്ങി. Many times sound came and closed from the shelves. Shelves got opened and clothes fell down from the shelves. പല സമയങ്ങളിലും എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ എന്റെ ഷെൽഫ്, എന്റെ അലമാരയുടെ ഷെൽഫുകൾ തനിയെ തുറന്ന് അതിനകത്തുനിന്നുള്ള തുണികൾ സ്വതവേ താഴേക്ക് പുറത്തേക്ക് വീഴുമായിരുന്നു. And worms in between my clothes. എന്റെ തുണികളുടെ ഇടയിൽ, എന്റെ വസ്ത്രങ്ങളുടെ ഇടയിൽ പുഴുക്കൾ ഉണ്ടാകുമായിരുന്നു. So not one or two worms. ഒന്നോ രണ്ടോ പുഴുക്കളല്ല. Among my clothes many worms. എന്റെ വസ്ത്രങ്ങളുടെ ഇടയിൽ അനേകം പുഴുക്കളെ ഞാൻ കാണുവാൻ തുടങ്ങി. By seeing these symptoms, ഈ കാരണങ്ങളെല്ലാം കണ്ടപ്പോൾ we understood that some serious problem is going. എന്തോ പ്രശ്നമുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. But nobody is telling properly. ആരും ശരിയായി ഒന്നും പറയുന്നില്ല. Like that, when days are going, അങ്ങനെ ലൈഫ് മുന്നോട്ട് പോകുമ്പോൾ just a few days happened. One day what happened in my mother's colleges, ഒരു ദിവസം എന്റെ അമ്മയുടെ കോളേജിൽ എന്ത് നടന്നെന്ന് our ചോദിച്ചാൽ principal asked my mother, എന്റെ അമ്മയോട് പ്രിൻസിപ്പൽ ഇങ്ങനെ ചോദിച്ചു, Madam, why are you putting this many leaves? എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും ലീവുകൾ എടുക്കുന്നത്? You will never put any leave. നിങ്ങൾ ലീവുകളൊന്നും എടുക്കാറില്ലല്ലോ. What is happening? എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? And my mother started explaining all the problems what is happening in the house. എന്റെ അമ്മ എന്റെ ഭവനത്തിൽ നടക്കുന്ന സകല പ്രശ്നങ്ങളെ കുറിച്ച് പറയുവാനിടയായി. What my daughter is going through and everything she started explaining. എന്റെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെല്ലാം എന്റെ പ്രിൻസിപ്പലിനോട് എന്റെ അമ്മ പറയാൻ തുടങ്ങി. That day, ആ ദിവസം it was like a parent teacher ആ meeting. ദിവസം PTA മീറ്റിംഗ് നടക്കുന്ന ദിവസമായിരുന്നു. From outside, പുറത്തുനിന്ന് one of the students' father is hearing all these things. എന്റെ അമ്മയുടെ ഒരു വിദ്യാർത്ഥിയുടെ വിദ്യാർത്ഥിയുടെ അച്ഛൻ ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. Then he came to that principal sir and asked like this. അദ്ദേഹം പ്രിൻസിപ്പലിന്റെ അടുത്ത് വന്ന് പ്രിൻസിപ്പലിനോട് ഇങ്ങനെ ചോദിച്ചു, Can I speak with that ma'am once? ആ മാഡത്തോട് ഒരു പ്രാവശ്യം എനിക്ക് സംസാരിക്കുവാൻ കഴിയുമോ? And the principal sir said that, പ്രിൻസിപ്പൽ ഇങ്ങനെ പറഞ്ഞു, yeah, you can speak. നിനക്ക് സംസാരിക്കാം. Then that person, that girl's father came to my mother and spoke like this. ആ പെൺകുട്ടിയുടെ അച്ഛൻ എന്റെ അമ്മയുടെ അടുക്കൽ വന്ന് ഇങ്ങനെ പറഞ്ഞു, Madam, what all are things you are telling in the office room? നിങ്ങൾ ഓഫീസ് റൂമിൽ പറഞ്ഞ സകല കാര്യങ്ങളും Everything I heard. എല്ലാം ഞാൻ കേൾക്കുവാനിടയായി. I am the person who deal this kind of things. ഞാനാണ് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ചെയ്യുന്ന Only to the big shots. ഞാൻ ഹൈദരാബാദിലുള്ള വലിയ ആളുകൾക്കുള്ള പ്രശ്ന പരിഹാരങ്ങൾ ചെയ്യാറുണ്ട്. To all the MLAs, MP, those people. MLA, MP ആ ലെവലിലുള്ള വ്യക്തികൾക്ക് മന്ത്രവാദത്തിൽ നിന്നുള്ള പരിഹാര കർമ്മങ്ങൾ ഞാൻ ചെയ്യാറുണ്ട്. My consultation fee is only starting, they have to pay 1 lakh. എന്റെ കൺസൾട്ടേഷൻ ഫീ, എന്നെ കൺസൾട്ട് ചെയ്യണമെങ്കിൽ മാത്രം 1 ലക്ഷം രൂപ, അതാണ് എന്റെ കൺസൾട്ടേഷൻ ഫീ. But I'll not take 1 rupee from you. പക്ഷെ നിങ്ങളിൽ നിന്ന് ഞാൻ പണം ഈടാക്കത്തില്ല. Because my daughter every time used to tell that Prasanna ma'am is my favorite madam. കാരണം എന്റെ മകൾ എപ്പോഴും എന്നോട് പറയാറുണ്ട്, പ്രസന്ന മാഡമാണ് എന്റെ ടീച്ചർമാരിൽ ഏറ്റവും നല്ല മാഡം.
You are the favorite ma'am to my daughter. നിങ്ങളാണ് എൻ്റെ മകളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ലെക്ചറർ. So just give me some time. എനിക്ക് കുറച്ച് സമയം തരിക. Give me your daughter details. നിന്റെ മകളുടെ ഡീറ്റെയിൽസ് എനിക്ക് തരിക. Time of birth, place of birth, everything. അവളുടെ ജനന സമയം, ജനന തീയതി എല്ലാം എനിക്ക് തരിക. Just give me some time. I will only call you back. ഞാൻ നിങ്ങളെ തിരിച്ചു വിളിക്കാം. കുറച്ച് സമയം എനിക്ക് തരണമേ. After 3-4 days, 3-4 ദിവസം കഴിഞ്ഞപ്പോൾ he called to my mother. അദ്ദേഹം എന്റെ അമ്മയെ വിളിച്ചു. He asked one question. എന്റെ അമ്മയോട് ഇങ്ങനെ ചോദിച്ചു. When I sat in my puja, എന്റെ പൂജയിൽ ഞാൻ ഇരിക്കുമ്പോൾ, when I start seeing your daughter's case നിന്റെ മകളുടെ കാര്യം ഞാൻ നോക്കുമ്പോൾ of mess, എല്ലാം മുഴുവൻ അലങ്കോലമായി കിടക്കുന്നത് ഞാൻ കണ്ടു. it's full of witchcraft. മുഴുവൻ മന്ത്രവാദത്താൽ When അലങ്കോലമാക്കപ്പെട്ടിരിക്കുന്നു. I'm trying to deal that one, ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ ഞാൻ see, ശ്രമിക്കുമ്പോൾ, when before seeing this kind of things, ഈ പ്രശ്നങ്ങൾ കാണുന്നതിന് മുന്നേ they will have some rituals. അവർക്ക് ചില പൂജകൾ ചെയ്യണം. They'll put some like what rangoli, that one, and some light, candles, then smoke. Some rituals are there. അവർക്ക് ചില കർമ്മങ്ങളുണ്ട്. കർമ്മങ്ങൾ അവർ ചെയ്താലേ, ചില കളം വരച്ച് ആ കളത്തിന്റെ മുമ്പിൽ ഇരുന്ന് ചില കർമ്മങ്ങൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. When I'm trying to see your daughter's case, നിന്റെ മകളുടെ പ്രശ്നം ഞാൻ നോക്കുന്ന സമയത്ത് that fire is coming and hitting my hands. ആ കളത്തിൽ നിന്നുള്ള തീ വന്ന് എന്റെ കരത്തിൽ തട്ടുകയാണ്. That spirit is trying to burn my hands, he said. അദ്ദേഹം പറഞ്ഞത്, ആ ദുരാത്മാവ്, നിന്റെ മകളെ ബാധിച്ചിരിക്കുന്ന ദുരാത്മാവ് എന്റെ കൈയെ പൊള്ളലേൽപ്പിക്കുവാൻ ശ്രമിക്കുകയാണ്. He said that അദ്ദേഹം എന്നോട് പറഞ്ഞു, I'm unable to go forward. എനിക്ക് മുന്നോട്ട് പോകുവാൻ കഴിയുന്നില്ല. My strength is not enough. എന്റെ ശക്തി ഇതിന് ശരിയാകുന്നില്ല. He told like this. അദ്ദേഹം എന്നോട് ഇങ്ങനെ പറഞ്ഞു, I will handle for MLA, MP people. I will handle only the big cases. എന്റെ കരിയറിൽ ഞാൻ MLA മാർക്കും MP മാർക്കും വളരെ കഠിനമായ മന്ത്രവാദം മാത്രമേ ഞാൻ ഡീൽ ചെയ്യത്തുള്ളൂ. I was that much powerful. അത്രയും ശക്തിയുള്ള മനുഷ്യനാണ് ഞാൻ. But coming to your daughter, നിന്റെ മകളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ I did not understand. എനിക്ക് മനസ്സിലായില്ല. Immediately he called to his friends. അദ്ദേഹത്തിന്റെ കൂട്ടുകാരെ വിളിച്ചു. Two Muslim people are there. 2 മുസ്ലിങ്ങൾ അദ്ദേഹത്തിന്റെ കൂടെയുണ്ട്. Some other Hindu people. ഒരു ഹിന്ദു ഉണ്ട്. So like they all also like witch doctors. അവരെല്ലാം മന്ത്രവാദം ചെയ്യുന്ന ആളുകളാണ്. So they all came, like 4 members. They came, they sat together. It went till 13 hours. 14 hours. അദ്ദേഹത്തിന്റെ കൂട്ടുകാരും ഒരുമിച്ചിരുന്നു. ഈ 14 മണിക്കൂർ അവർ ഒരുമിച്ചിരുന്ന് ഈ പൂജ ചെയ്യുവാൻ തുടങ്ങി. They did not got up from that puja. Continuously they sat for 14 hours. 14 മണിക്കൂർ അവർ അനങ്ങാതെ വേറെ ഒരു കാര്യവും ചെയ്യാതെ എന്റെ പ്രശ്നം കണ്ടുപിടിക്കുവാൻ വേണ്ടി അവരിരുന്നു. Then they understood from A to Z. അവർക്ക് അപ്പോൾ ആദ്യം മുതൽ അവസാനം വരെ എന്റെ ലൈഫിൽ എന്ത് സംഭവിച്ചു എന്ന് മനസ്സിലായി. He said that അദ്ദേഹം എന്നോട് പറഞ്ഞു, there was a very big witchcraft happened. വലിയ മന്ത്രവാദം നടന്നിരിക്കുകയാണ്. They did it in the graveyard. അവർ നിന്റെ മകൾക്കെതിരെ ശ്മശാനത്തിലാണ് മന്ത്രവാദം ചെയ്തത്. They took your daughter's hair. നിന്റെ മകളുടെ തലമുടി അവർ എടുത്തു. I told you in the starting that person took my hair. ഞാൻ ഈ സാക്ഷ്യത്തിന്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ആ വ്യക്തി എന്റെ തലമുടി എടുത്തെന്ന്. They took your daughter's hair. നിന്റെ മകളുടെ തലമുടി അവർ എടുത്തു. They tied it to one doll. അതിനെ ഒരു ബൊമ്മയിൽ കെട്ടി. They took the needles. അത് സൂചികൾ എടുത്തു. They poked that toy. ആ സൂചി ആ ബൊമ്മയിൽ കുത്തി ഇറക്കുവാനിടയായി. They digged one hole in the graveyard. അവർ ശ്മശാനത്തിൽ ഒരു കുഴി കുഴിച്ചു. And they kept it. ആ ബൊമ്മയെ, ആ പാവയെ ആ ശ്മശാനത്തിന്റെ കുഴിയിലേക്ക് വെച്ചു. They raised very big spirit from the graveyard. ആ മന്ത്രവാദം ചെയ്യുവാൻ വേണ്ടി ആ ശ്മശാനത്തിൽ നിന്നും ഒരു വലിയ ദുരാത്മാവിനെ അവർ എഴുന്നേൽപ്പിച്ചു. It's not easy to raise those kind of spirits. അങ്ങനെയുള്ള ദുരാത്മാക്കളെ എഴുന്നേൽപ്പിക്കുക വളരെ വളരെ പ്രയാസമുള്ള കാര്യമാണ്. When they raise that kind of spirits, അങ്ങനെയുള്ള ദുരാത്മാക്കളെ എഴുന്നേൽപ്പിച്ചാൽ either they'll kill your daughter, ഒന്നുകിൽ അത് നിന്റെ മകളെ കൊല്ലും, otherwise they'll kill the witch doctor. അല്ലെങ്കിൽ അങ്ങനെയുള്ള ദുരാത്മാക്കളെ എഴുന്നേൽപ്പിച്ച മന്ത്രവാദി അത് കൊന്നുകളയും. Once they deal with that spirits, അങ്ങനെയുള്ള ദുരാത്മാക്കളോട് ആരെങ്കിലും കളിച്ചു കഴിഞ്ഞാൽ someone has to die. ആരെങ്കിലും ഒരാൾ മരിച്ചിരിക്കണം. Your daughter is about to die. നിന്റെ മകൾ മരിക്കുവാൻ പോകുകയാണ്. You no need to go here there for the again remedies. Time has finished. നിന്റെ മകളുടെ സമയം കഴിഞ്ഞുപോയി.
ഈ ഒരു പരിഹാരത്തിനും ഇനി ഒരു വ്യക്തിയുടെ അടുത്ത് പോയിട്ട് കാര്യമില്ല. Any witchcraft, if they do and they throw in the water or they put in the graveyard, that case is gone. ഏതെങ്കിലും മന്ത്രവാദം ബൊമ്മയുണ്ടാക്കി ശ്മശാനത്തിൽ വയ്ക്കുകയോ അല്ലെങ്കിൽ ഒഴുകുന്ന വെള്ളത്തിൽ ഒഴുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ കാര്യം തീർന്നു. And not only this one, അത് മാത്രമല്ല, from her childhood onwards, അവളുടെ ചെറിയ പ്രായം മുതൽ they started doing witchcraft. ഒരുപാട് പേർ അവൾക്കെതിരെ മന്ത്രവാദം ചെയ്തിട്ടുണ്ട്. There is a famous place in the Kerala. ഈ കേരളത്തിൽ തിരുവനന്തപുരത്ത് വളരെ പ്രശസ്തമായ ഒരു സ്ഥലമുണ്ട്. The name is Kuttachal. ആ സ്ഥലത്തിന്റെ പേര് കുറ്റിച്ചൽ എന്ന് പറയുന്ന സ്ഥലമാണ്. They have visited there and they have given your daughter's photo, everything. They did witchcraft there also. അങ്ങനെയുള്ള സ്ഥലത്ത്, കുറ്റിച്ചൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്റെ മകളുടെ ഫോട്ടോയും ഡീറ്റെയിൽസും കൊടുത്ത് അവിടെയും മന്ത്രവാദം ചെയ്തിട്ടുണ്ട്. Your daughter is supposed to die that time. ആ സമയം തന്നെ നിന്റെ മകൾ മരിക്കേണ്ടതാണ്. What wonder happened, what miracle happened, this many days she is alive. എന്ത് അത്ഭുതം നടന്നു എന്ന് അറിയത്തില്ല, ഇത്രയും ദിവസങ്ങളിൽ നിന്റെ മകൾ ജീവനോടെ ഇരുന്നു. But this is the final stage. ഇത് അവസാന സ്റ്റേജ് ആകുന്നു. Because not only one witch doctor, ഒരു മന്ത്രവാദി മാത്രമല്ല, many witch doctors did against her. ഒരുപാട് മന്ത്രവാദികൾ നിന്റെ മകൾക്കെതിരെ മന്ത്രവാദം My mother ചെയ്തിരിക്കുന്നു. got this doubt. എന്റെ അമ്മയ്ക്ക് അപ്പോൾ സംശയം, Why they did like this? എന്തുകൊണ്ടാണ് എന്റെ മകൾക്കെതിരെ മന്ത്രവാദം We are ചെയ്യുന്നത്? not that much rich. ഞങ്ങൾ അത്രയും പണക്കാരല്ല. We are just above middle class ഞങ്ങൾ family. മിഡിൽ ക്ലാസ്സിന് എബോ മിഡിൽ ക്ലാസ് ഫാമിലി ആകുന്നു. Normal family. സാധാരണ കുടുംബമാണ്. Then we don't have that many enemies also. അത്രയും ശത്രുക്കൾ പോലും ഞങ്ങൾക്കില്ല. But from my father's side, because of the property issues and all, they did this witchcraft. എന്റെ അപ്പന്റെ ഭാഗത്ത് നിന്ന് ചെറിയ സ്വത്ത് തർക്കത്തിന്റെ പേരിൽ ചില മന്ത്രവാദങ്ങൾ എനിക്കെതിരെ That when നടന്നിട്ടുണ്ട്. I was in my childhood. അത് എന്റെ ചെറുപ്രായത്തിലാണ്. But in last days of the witchcraft, ഈ മന്ത്രവാദത്തിന്റെ അവസാന ദിവസങ്ങളിൽ my mother told that old uncle did witchcraft against my daughter. ആ വൃദ്ധനായ മനുഷ്യൻ എന്റെ മകൾക്കെതിരെ മന്ത്രവാദം ചെയ്തു എന്ന് എന്റെ അമ്മ പറഞ്ഞു. Then this person said that. ആ മനുഷ്യൻ, ഈ മന്ത്രവാദത്തിന് പരിഹാരം ചെയ്യുന്ന മനുഷ്യൻ Not പറഞ്ഞു, only that person, ആ മനുഷ്യൻ മാത്രമല്ല, wherever you people have visited, നിങ്ങൾ ഏതൊക്കെ മന്ത്രവാദികളുടെ അടുത്ത് പോയോ those people also did against your daughter. അവരും നിന്റെ മകൾക്കെതിരെ മന്ത്രവാദം ചെയ്തിരിക്കുകയാണ്. Because your daughter's astrology is very powerful according to the Hindu astrology and according to the witch doctors. കാരണം നിന്റെ മകളുടെ ജ്യോതിഷം എന്ന് പറഞ്ഞാൽ, നിന്റെ മകളുടെ രാശിഫലം എന്ന് പറഞ്ഞാൽ ഹൈന്ദവ ആചാരപ്രകാരം, അവരുടെ വിശ്വാസപ്രകാരം വളരെ ശക്തിയുള്ള ഒരു രാശിഫലമാണ്. See, for witch doctors there are some things. മന്ത്രവാദികൾക്ക് ചില കാര്യങ്ങളുണ്ട്. Every time they will not have their conscience was dead. കാരണം അവരുടെ മനസാക്ഷി മരിച്ചു ആൾക്കാരാണ്. Okay, they are ready to kill anyone. ആരെയും കൊല്ലാൻ അവർ റെഡിയാണ്. Okay, if they go through this kind of astrology, virgin girls, കന്യകയായ ഒരു പെൺകുട്ടിയുടെ ഇങ്ങനെ ശക്തിയുള്ള ഒരു രാശിഫലം കണ്ടു കഴിഞ്ഞാൽ they'll sacrifice. ആ പെൺകുട്ടിയെ അങ്ങനെ ബലി കൊടുക്കുവാൻ അവർ തയ്യാറാകും. If they kill and they sacrifice means their powers will increase. അവരുടെ വിശ്വാസം ഇങ്ങനെയാണ്, ഇങ്ങനെ രാശിഫലമുള്ള ഒരു കന്യകയായ പെൺകുട്ടിയുടെ രാശിഫലമുള്ള പെൺകുട്ടിയെ കൊന്ന് ബലി കൊടുത്തു കഴിഞ്ഞാൽ അവളുടെ ആത്മാവിനെ ഞങ്ങൾക്ക് എടുക്കുവാനും അതുകൊണ്ട് ഞങ്ങളുടെ മന്ത്രവാദ ശക്തികൾ വീണ്ടും ശക്തീകരിക്കുവാനും അവർക്ക് കഴിയുമെന്നൊരു വിശ്വാസം അവർക്കുണ്ട്. They won't have any fear of God. അവർക്ക് ദൈവത്തെ ഭയമില്ല. They are completely surrendered to that evil spirit. കാരണം അവർ ദുരാത്മാക്കൾക്ക് പരിപൂർണമായി സമർപ്പിക്കപ്പെട്ട ആളുകളാണ്. So when they go through this kind of things, they won't step back. They will definitely kill that person. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അവർ കാണുമ്പോൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർ കാണുമ്പോൾ അവർ ഒരിക്കലും പിൻവാങ്ങുകയില്ല. അവർ 100% അവർ ഇതിനു വേണ്ടി മുന്നേക്ക് പോകും. So these witch doctors will understand easily when we visit them. They will understand easily this person is very powerful, their spirit is very powerful, virgin girl. So we kill them, we'll destroy them means if we sacrifice to that demonic spirit means our powers will increase. ഇങ്ങനെയുള്ള രാശിഫലമുള്ള കന്യകയായ പെൺകുട്ടിയെ കൊന്ന് ആ പെൺകുട്ടിയുടെ ആത്മാവിനെ ദുരാത്മാവിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ദുരാത്മാവ് പ്രസാദിക്കുകയും ഞങ്ങളുടെ ശക്തി വർദ്ധിക്കും, മന്ത്രവാദ ശക്തി വർദ്ധിക്കുമെന്ന് അവർക്കൊരു വിശ്വാസമുണ്ട്.
So they won't backslide for anything. അവർ ഒരു കാര്യത്തിൽ അവർ പിൻവാങ്ങുകയില്ല. Then we asked that person, my mother asked that person. എന്റെ അമ്മ ആ വ്യക്തിയോട് ഇങ്ങനെ ചോദിച്ചു, Then now what is the solution? ഇപ്പോൾ പരിഹാരം എന്താണ്? Then he said that time അദ്ദേഹം is ഇങ്ങനെ പറഞ്ഞു, over. നിന്റെ മകളുടെ സമയം കഴിഞ്ഞുപോയി. It's already 1.5 month finished. 1.5 മാസം കഴിഞ്ഞുപോയിരിക്കുന്നു. They kept in the graveyard. കാരണം അവർ അത് ശ്മശാനത്തിൽ വെച്ചിരിക്കുകയാണ്. That's why our daughter is struggling. അതുകൊണ്ടാണ് നിന്റെ മകൾ കഷ്ടപ്പെടുന്നത്. That spirit only our daughter is seeing. ആ ദുരാത്മാവിനെയാണ് നിന്റെ മകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. So hardly few days she will be alive. വളരെ ചുരുക്കം ദിവസങ്ങളിൽ നിന്റെ മകൾ ജീവനോടെ Don't ഇരിക്കും. waste the time. നിന്റെ സമയം കളയരുത്. You don't need to go here and there. അവിടെയും ഇവിടെയും പോകേണ്ട ആവശ്യമില്ല. Don't waste the money. പണം വൃഥാവായി ചെലവഴിക്കേണ്ട ആവശ്യമില്ല. Just take care of her. നിന്റെ മകളെ നീ നന്നായിട്ട് നോക്കുക. See, whatever I told to the people, it happened on time. ഞാൻ എന്തെല്ലാം സമയം കുറിച്ച് കാലം കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം മറ്റു വ്യക്തികളുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. Like that he told. അദ്ദേഹം ഇങ്ങനെ എന്റെ അമ്മയോട് പറഞ്ഞു. Then my mother started crying. എന്റെ അമ്മ കരയുവാൻ തുടങ്ങി. Everyone thought that I will die. എല്ലാവരും ചിന്തിച്ചു ഞാൻ മരിച്ചു പോകുമെന്ന്. My condition became more worse. എന്റെ അവസ്ഥ വീണ്ടും പരിതാപകരമാകുവാൻ തുടങ്ങി. My health is becoming more worse. എന്റെ I want to sleep but I cannot sleep. എനിക്ക് ഉറങ്ങണമെന്നുണ്ട്, പക്ഷെ എനിക്ക് ഉറങ്ങുവാൻ It's been കഴിയുന്നില്ല. already 3 months I slept. 3 മാസമായിരിക്കുന്നു ഞാൻ ഉറങ്ങിയിട്ട്. Night means every lights, everything should be on. രാത്രിയായി കഴിഞ്ഞാൽ എന്റെ വീട്ടിൽ എല്ലാ ലൈറ്റും ഓൺ ആയിരിക്കണം. But every time I'll put this all kumkuma and Ayyappa Swami's ghee, everything I'll apply all over my body. Then I'll sleep by opening my eyes. എന്റെ കണ്ണ് തുറന്നു പിടിച്ച് ഞാൻ എന്റെ കട്ടിലിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് കുങ്കുമവും ഭസ്മവും എന്റെ ശരീരം മുഴുവൻ ഞാൻ പൂശും. ശബരിമല അയ്യപ്പന്റെ അടുത്ത് നിന്ന് കൊണ്ടുവന്ന നെയ്യ് എന്റെ ശരീരത്തിൽ മുഴുവൻ പൂശി ഞാൻ കണ്ണ് തുറന്നു പിടിച്ച് എന്റെ കട്ടിലിൽ കിടക്കും. I cannot disturb anyone. എനിക്ക് ആരെയും ശല്യപ്പെടുത്തുവാൻ കഴിയത്തില്ല. My father is not trusting this. എന്റെ പിതാവ് ഇതൊന്നും വിശ്വസിക്കുന്നില്ല. My brother, that time only he got a job and he shifted to another state. എന്റെ സഹോദരൻ ആ സമയത്ത് ഒരു ജോലി ലഭിക്കുകയും അദ്ദേഹം വേറെ സ്റ്റേറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുവാൻ ഇടയായി. So me and my mother only have gone through this problem. ഞാനും എന്റെ അമ്മയുമാണ് ഈ പ്രശ്നത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. Then when he said that these things, we trusted it. അദ്ദേഹം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞങ്ങൾ അത് ആദ്യം വിശ്വസിച്ചു. Because I am going through like that. കാരണം ഞാൻ അങ്ങനെയുള്ള പ്രശ്നത്തിലൂടെ കടന്നു പോകുകയാണ്. I started doing more pujas. ഞാൻ വീണ്ടും അധികമായി പൂജകൾ ചെയ്യുവാൻ Then തുടങ്ങി. we started visiting some. I have visited one Muslim witch doctor. ഞാൻ ഒരു മുസ്ലിം മന്ത്രവാദിയെ കാണുവാനിടയായി. He took me to one dargah in Hyderabad. അദ്ദേഹം ഹൈദരാബാദിലെ ഒരു ദർഗയിൽ എന്നെ കൊണ്ടുപോയി. He told one thing. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. You dedicate your life to Allah. നീ അല്ലാഹുവിന് നിന്റെ ജീവിതം സമർപ്പിക്കണം. He gave one mantra for the chanting. അദ്ദേഹം എനിക്ക് ഉരുവിടുവാൻ ഒരു മന്ത്രം തന്നു. Every time you chant this. എപ്പോഴും നീ ഈ മന്ത്രം ഉരുവിടണം. In my neck nearly 50 talismans are there. എന്റെ കഴുത്തിൽ 50ഓളം ഏലസ് അപ്പോൾ ഉണ്ട്. And he gave some attar. ആ സമയത്ത് ഒരു അത്തർ എനിക്ക് തരുവാനിടയായി. He told it's very precious one. അദ്ദേഹം പറഞ്ഞു ഇത് വളരെ വില കൂടിയ അത്തറാണ്. Every time make sure that is on your body. നിന്റെ ശരീരത്തിൽ എപ്പോഴും നീ അത്തർ പൂശിക്കൊണ്ടിരിക്കണം. He told to my mother, few days we can protect your daughter. അദ്ദേഹം എന്റെ അമ്മയോട് ഇങ്ങനെ പറഞ്ഞു, കുറച്ച് ദിവസം നിന്റെ മകളെ എനിക്ക് സംരക്ഷിക്കുവാൻ കഴിയും. He told you dedicate your life to Allah. നീ ഒരു അല്ലാഹുവിന് നിന്റെ ജീവിതം സമർപ്പിക്കണം. I started doing that also. ഞാൻ അതും ചെയ്യുവാൻ ആരംഭിച്ചു. But it did not work. അതും സംഭവിച്ചില്ല. I went to more struggle. ഞാൻ വീണ്ടും അധികം ഇടയായി. Then I was fed up. ഞാൻ Sleep, I couldn't sleep. എനിക്ക് ഉറങ്ങുവാൻ കഴിയുന്നില്ല. And the demon started eating my skin. എന്റെ ചർമ്മം ആ പിശാച് തിന്നുവാൻ തുടങ്ങി. Many people told that was the final stage. പല വ്യക്തികൾ എന്നോട് പറഞ്ഞു ഇത് അവസാന സ്റ്റേജ് ആകുന്നു. We see also it will like irritation will get. എന്റെ ചർമ്മം കണ്ടു കഴിഞ്ഞാൽ ആളുകൾക്ക് ഇറിറ്റേഷൻ തോന്നും. Then after few days, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ this happened frequently. I mean back to back it happened. ഇതിങ്ങനെ തുടർമാനമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് much gap. ഒരുപാട് ഗ്യാപ്പ് ഇല്ല ഇതിന് മധ്യത്തിൽ. So after few days, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ we have visited one agora. ഞങ്ങൾ ഒരു അഘോര സന്യാസിയെ കാണുവാനിടയായി. Not directly. ഡയറക്റ്റ് ആയിട്ടല്ല. Not through phone calls. ഫോൺ കോളിലൂടെ അല്ല. Through some mediators. ചില മധ്യസ്ഥർ മുഖാന്തരം. People who stays in Kasi and all. കാശി അതുപോലെ വാരണാസിയിൽ താമസിക്കുന്ന ചില അഘോര സന്യാസിമാരെ കാണുവാനിടയായി. In the Himalayas. ഹിമാലയത്തിൽ താമസിക്കുന്ന വ്യക്തികളാണ് അവർ. They have dedicated their life to the Lord Shiva. അവർ അവരുടെ ശിവൻ എന്ന് പറയുന്ന ദുരാത്മാവിന് അവരുടെ ജീവിതത്തെ സമർപ്പിച്ച ആളുകളാണ്. That they will deal with high witchcrafts. അവർ വളരെ കഠിനമായ മന്ത്രവാദത്തെ പരിഹരിക്കുന്ന ആളുകളാണ്. Very high witchcrafts. വളരെ ശക്തമായ മന്ത്രവാദത്തെ പരിഹരിക്കുന്നവർ. They won't eat food. അവർ ആഹാരം കഴിക്കത്തില്ല. They'll drink urine. അവർ മൂത്രമാണ് കുടിക്കുന്നത്.
they will eat that dead bodies. അവർ മനുഷ്യന്റെ പച്ച മാംസമാണ് കഴിക്കുന്നത്, That kind of മൃതദേഹത്തിന്റെ മാംസമാണ് കഴിക്കുന്നത്. that kind of people these people are. അങ്ങനെയുള്ള വ്യക്തികളാണ് ഈ വ്യക്തികൾ. So I have visited those people, അങ്ങനെയുള്ള വ്യക്തികളെ ഞാൻ കാണുമ്പോൾ them ഞാൻ അവരോട് ഇങ്ങനെ പറഞ്ഞു, through mediators, ആ മധ്യസ്ഥർ മുഖാന്തരം അവരോട് പറഞ്ഞു, can you please help me എന്നെ സഹായിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? to come out of this ഈ witchcraft? പ്രശ്നങ്ങളിൽ നിന്നും പരിഹരിക്കപ്പെടുവാൻ നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ കഴിയുമോ? So through mediators, they won't have any phone, they will not have any connection with the family members. അവർക്ക് ഫോണില്ല, അവർക്ക് കുടുംബമായിട്ട് യാതൊരു ബന്ധവുമില്ല. അവരെ കാണണമെങ്കിൽ ഏതെങ്കിലും മധ്യസ്ഥർ മുഖാന്തരമേ കാണുവാൻ കഴിയത്തുള്ളൂ. In the rare situations only they'll speak. വളരെ യാദൃച്ഛികമായിട്ട് മാത്രമേ അവർ സംസാരിക്കത്തുള്ളൂ. But somehow we got that contact. അങ്ങനെ എങ്ങനെയോ അവരുടെ കോണ്ടാക്ട് ഞങ്ങൾക്ക് ലഭ്യമായി. Then they started seeing in their puja by taking my details. എന്റെ ഡീറ്റെയിൽസ് വെച്ച് അവരും പൂജകൾ ചെയ്യുവാൻ തുടങ്ങി. Then they said that അവരെന്നോട് പറഞ്ഞു, this girl want to be alive more than like 15 to 20 days. ഈ 15-20 ദിവസത്തിന് മുകളിൽ ഈ പെൺകുട്ടി ജീവിച്ചിരിക്കത്തില്ല. They will deal with high witchcrafts. അവർ വളരെ അതികഠിനമായ മന്ത്രവാദത്തെ ഡീൽ ചെയ്യുന്ന ആളുകളാണ്. Their life was dedicated to that. അവരുടെ ജീവിതം തന്നെ അതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത ആളുകളാണ്. Then I told that I want to become a Agori. ഞാൻ പറഞ്ഞു, എനിക്കൊരു അഘോരിയായി മാറണം. See, gents called as Agora, ആണുങ്ങളെ അഘോരന്മാരെന്നും ladies Agoris. സ്ത്രീകളെ And they told that you will not be alive to become any Agori because your time has gone. നിന്റെ സമയം തീർന്നുപോയി, നിനക്കൊരു അഘോരിയാകുവാൻ പോലും കഴിയുകയില്ല എന്ന് അവർ പറഞ്ഞു. Your time has finished. നിന്റെ സമയം തീർന്നു. So you cannot become anything. നിനക്ക് അഘോരിയാകുവാനും കഴിയത്തില്ല. Witchcraft, if they cross some time, means nobody can save them. ചില മന്ത്രവാദങ്ങൾ ചില സമയം കഴിഞ്ഞു പോയാൽ ആരെ കൊണ്ടും പരിഹരിക്കുവാൻ കഴിയത്തില്ല. Within 15 days she is going to die. 15 ദിവസത്തിനകത്ത് ഈ പെൺകുട്ടി മരിച്ചു പോകും. That is done. അത് കഴിഞ്ഞുപോയി. No God can protect her. ഒരു ദൈവത്തിനും ഈ പെണ്ണിനെ രക്ഷിക്കുവാൻ കഴിയത്തില്ല. Just you take care of your daughter. നിന്റെ മകളെ നീ സംരക്ഷിച്ചുകൊള്ളുക. See, Agoras say anything means that will happen. അഘോരന്മാർ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ സംഭവിക്കും. According to Hindus. ഹിന്ദു ആചാരപ്രകാരം. Even Muslims also will trust that one. മുസ്ലിങ്ങളും അവരെ വിശ്വസിക്കുന്നവരാണ്. Then after just a few days, കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ I thought that I will die. ഞാൻ മരിക്കുവാൻ പോകുന്നു. I was thinking, let me die. ഞാൻ മരിച്ചാൽ നല്ലത്. Soon it should happen. പെട്ടെന്ന് I should die. പെട്ടെന്ന് ഞാൻ മരിക്കണം. Something should happen. എന്തെങ്കിലും എനിക്ക് സംഭവിക്കണം. Instead of struggling like this, ഇങ്ങനെ കഷ്ടപ്പെടുന്നതിനേക്കാൾ നല്ലത്. I have gone through a lot. ഞാൻ ഒത്തിരി കാര്യങ്ങളിലൂടെ കടന്നുപോയി. I couldn't sleep. എനിക്ക് ഉറങ്ങുവാൻ കഴിയുന്നില്ല. It's been 3 months I slept. 3 മാസമായി ഞാൻ ഉറങ്ങിയിട്ട്. I want to sleep. എനിക്ക് ഉറങ്ങണം. But many sounds are coming. ഒരുപാട് ശബ്ദങ്ങൾ വരുന്നു. Spirits are moving. ദുരാത്മാക്കൾ എന്റെ റൂമിൽ നടക്കുന്നു. I'm feeling that some worms are there on the wall. ഞാൻ നോക്കുമ്പോൾ മുഴുവൻ പുഴുക്കളെ ഞാൻ കാണുന്നു. At last I started compromising with that demon. ഞാൻ ആ ദുരാത്മാവിനോട് ഞാൻ കോംപ്രമൈസിലെത്തി. You kill me fast. ഞാൻ പറഞ്ഞു, എന്നെ പെട്ടെന്ന് നീ കൊന്നുകളയുക. You take me. എന്നെ പെട്ടെന്ന് എന്റെ ജീവൻ എടുക്കുക. Finish my life. എന്റെ ജീവിതം ഇവിടെ കൊണ്ട് തീർന്നു I cannot go through this എനിക്ക് issue. എപ്പോഴും ഇതിൽ കടന്നു പോകാൻ കഴിയത്തില്ല. Here no God is there to protect. എന്നെ സംരക്ഷിക്കുവാൻ ഒരു ദൈവവുമില്ല. And what I can do, this many pujas I am doing, this many temples I went. ഇത്രയും പൂജകൾ ഞാൻ ചെയ്യുന്നു, ഇത്രയും അമ്പലങ്ങളിൽ ഞാൻ പോകുന്നു, This many talismans are there. ഇത്രയും രക്ഷ എന്റെ കഴുത്തിലുണ്ട്. Even I visited to the Muslim temple ഞാൻ also. മുസ്ലിങ്ങളുടെ അടുക്കലും പോകുവാൻ Nobody is protecting me. ആർക്കും എന്നെ സംരക്ഷിക്കുവാൻ I കഴിയുന്നില്ല. used to cry like this. ഞാൻ ഇങ്ങനെ കരയുമായിരുന്നു. There is no true God in this സത്യദൈവം world. ഇല്ലയോ? This many God and goddesses I have worshipped. ഇത്രയും ദേവീദേവന്മാരെ ഞാൻ ആരാധിക്കുന്നു, സത്യദൈവം എന്നുള്ളതില്ലയോ? 33 crores God and goddesses are there. 33 കോടി ദൈവങ്ങളുണ്ട്. One God is not there, not here to protect me. എന്നെ സംരക്ഷിക്കുവാൻ ഒരു ദൈവത്തിനും കഴിയത്തില്ല. Everybody is telling that time has gone. എല്ലാവരും പറയുന്നത് അവളുടെ സമയം കഴിഞ്ഞുപോയി. Now demon power is more than God's power in your daughter's life. നിന്റെ മകളുടെ ജീവിതത്തിൽ ദൈവിക ശക്തിയേക്കാൾ ദുരാത്മാക്കളുടെ ശക്തികൾക്കാണ് പ്രഭാവം കൂടുതലെന്ന് അവർ പറയുവാനിടയായി. ഞാൻ ഇങ്ങനെ കരയുവാൻ തുടങ്ങി. No true God. സത്യദൈവമില്ല. There is no true God. സത്യദൈവമില്ലയോ? One God is not there to ഒരു protect me. സത്യദൈവം പോലും ഇല്ലയോ? True God is not there. സത്യദൈവമില്ലയോ? He have created this much. ഈ ഭൂമിയും സകലവും നിർമ്മിച്ച ഒരു സത്യദൈവമില്ലയോ? One God, one among 33 crores, one true God is not there. 33 കോടി ദൈവങ്ങളിൽ ഒരു ദൈവം സത്യദൈവമില്ലയോ? I used to cry like ഞാൻ ഇങ്ങനെ കരയുമായിരുന്നു.
every day. എല്ലാ ദിവസവും. After a few days, കുറച്ച് ദിവസം this കഴിഞ്ഞപ്പോൾ happened back to back, immediately happened. ഇത് പെട്ടെന്ന് സംഭവിച്ച കാര്യങ്ങളാണ്. We used to stay in one apartment. ഞങ്ങൾ ഒരു അപ്പാർട്ട്മെന്റിൽ താമസിക്കുമായിരുന്നു. My maid, my servant did not come to our house for the work. ആ ദിവസം ഞങ്ങളുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന മെയ്ഡ് ഞങ്ങളുടെ വീട്ടിൽ വന്നില്ല. My mother went morning to the college. എന്റെ Morning അമ്മ itself. രാവിലെ തന്നെ കോളേജിൽ പോകാനിടയായി. Here in Hyderabad, Andhra, Telangana, all educational institutions will start by 8 o'clock in morning. ആന്ധ്ര തെലങ്കാനയിൽ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും രാവിലെ 8 മണിക്ക് തന്നെ ആരംഭിക്കും. Some colleges, schools by 7 o'clock they'll start. ചില സ്കൂളുകൾ 7 മണിക്ക് തന്നെ തുടങ്ങും. So she went to her college. എന്റെ അമ്മ കോളേജിലേക്ക് പോയി. Then I went down and I called my maid. ഞാൻ മെയ്ഡിന്റെ അടുക്കൽ ചെന്ന് മെയ്ഡിനെ വിളിച്ചു. Why you did not come today? നീ ഇന്ന് എന്താണ് വരാത്തത്? She said that it happened little late in my previous house. ഞാൻ ജോലി ചെയ്യുന്ന മറ്റേ ഭവനത്തിൽ കുറച്ച് സമയമെടുത്തു. I'll come within 5 minutes, she said. 5 മിനിറ്റിനകത്ത് ഞാൻ വരാമെന്ന് പറഞ്ഞു. In that moment, ആ സമയത്ത് I saw a Jesus photo in that house, in her room. അവളുടെ റൂമിനകത്ത് യേശുവിന്റെ ഒരു ഫോട്ടോ ഞാൻ കാണാനിടയായി. I asked, why you kept this photo? ഞാൻ അവളോട് ചോദിച്ചു, നിന്റെ വീട്ടിൽ എന്തുകൊണ്ടാണ് യേശുവിന്റെ പടം ഇരിക്കുന്നത്? You are a Hindu. നീ ഒരു ഹിന്ദു അല്ലേ? You are putting bindi and all everything, then why you have this photo? നീ പൊട്ടൊക്കെ വെച്ച് കുറിയൊക്കെ തൊടുന്ന ആളല്ലേ, എന്തുകൊണ്ടാണ് യേശുവിന്റെ ഫോട്ടോ? She was scared to tell. She thought that I will remove her from the job. അവള് ഭയപ്പെട്ടു പോയി. അവള് എന്നോട് പറയാൻ ഭയപ്പെട്ടു. It's not like Kerala in Hyderabad. കേരളത്തെ പോലെയല്ല ഹൈദരാബാദിൽ. Here for people who came to Christ, for Christians, they will give less value. കാരണം ഇവിടെ കർത്താവിലേക്ക് വന്ന ആളുകൾക്ക് ചെറിയ അവർ കീഴ്ജാതിക്കാരെ പോലെ അവർ ട്രീറ്റ് ചെയ്യുന്നതാണ്. Hindus ratio is very high here. കാരണം ഹിന്ദുക്കളുടെ റേഷ്യോ ഒത്തിരി കൂടുതലാകുന്നു In Andhra, Telangana. ആന്ധ്രയിലും തെലങ്കാനയിലും. But there are very big churches, very big revival, many things are happening. വലിയ ചർച്ചകൾ, വലിയ ഉണർവുകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു ഒരു സൈഡിൽ. But people will treat like this. പക്ഷെ ജനങ്ങൾ ഇങ്ങനെയാണ് ട്രീറ്റ് She ചെയ്യുന്നത്. thought that I'll remove her from the job. അവൾ ചിന്തിച്ചു, ഞങ്ങൾ ബ്രാഹ്മണരായതുകൊണ്ട് അവൾ ക്രിസ്തുവിന്റെ പടം അവളുടെ റൂമിൽ ഇരിക്കുന്നത് കൊണ്ട് അവളുടെ ജോലിയിൽ നിന്ന് ഞങ്ങൾ അവളെ മാറ്റിക്കളയുമെന്ന് ചിന്തിച്ചു. Then I told you, no need to worry, I will not do anything. ഞാൻ അവളോട് പറഞ്ഞു, നീ ഭയപ്പെടണ്ട, നീ ജോലിക്ക് വന്നാൽ മതി, ഞാൻ നിന്നെ ഒന്നും ചെയ്യത്തില്ല. Okay, you come to house for work, I said. നീ വീട്ടിൽ വന്ന് ജോലി ചെയ്യുക എന്ന് പറഞ്ഞു. Then next day, അടുത്ത ദിവസം that day I told to my mother. ഞാൻ എന്റെ അമ്മയോട് ഇങ്ങനെ പറഞ്ഞു, I saw Jesus photo in her house. ഞാൻ അവളുടെ വീട്ടിൽ യേശുവിന്റെ ഫോട്ടോ കണ്ടു. And she told that she have some problem. Her pastor prayed and she got deliverance. She started going to church. അവൾ ആ സമയത്ത് എന്റെ അമ്മയോട് ഇങ്ങനെ പറഞ്ഞു, അവൾക്കൊരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. ഒരു ക്രിസ്ത്യൻ പാസ്റ്റർ വന്ന് അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അവൾക്കൊരു വിടുതൽ സംഭവിച്ചു എന്ന് എന്റെ അമ്മ എന്നോട് പറഞ്ഞു. That maid also came to house. ആ സമയത്ത് ആ മെയ്ഡും എന്റെ വീട്ടിൽ വന്നു. She told one thing to my mother. എന്റെ അമ്മയോട് ഇങ്ങനെ പറഞ്ഞു, once you bring your daughter to the church, ഒരു പ്രാവശ്യം നിന്റെ മകളെ ഒരു ചർച്ചിലേക്ക് കൊണ്ടുവരിക, your problem will sort out. നിന്റെ മകളുടെ പ്രശ്നം പരിഹരിക്കപ്പെടും. Then I told that. ഞാൻ അവളോട് ഇങ്ങനെ പറഞ്ഞു, how come my problem will sort out? എന്റെ പ്രശ്നം എങ്ങനെ പരിഹരിക്കപ്പെടും? My days are very less. എന്റെ ജീവിത ദിവസങ്ങൾ വളരെ ചുരുക്കമേ ഉള്ളൂ. According to the given time by the astrologers, those people, ജ്യോതിഷന്മാരും മന്ത്രവാദികളും പറഞ്ഞ സമയം വെച്ച് നോക്കുകയാണെങ്കിൽ just 1 week only left. ഒരു ആഴ്ച മാത്രമേ ഉള്ളൂ. I know that I am the edges of the death. എനിക്കറിയാം ഞാൻ മരണത്തിന്റെ ഏറ്റവും അവസാനത്തെ അവസ്ഥയിലാണ്. Because I am understanding what is happening. എന്താണ് എന്റെ ലൈഫിൽ നടക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. What I am going through, I am understanding. എന്തിലാണ് ഞാൻ കടന്നു പോകുന്നത് എനിക്കറിയാം. I went to many temples, many things. ഞാൻ ഒരുപാട് അമ്പലങ്ങളിൽ പോയി, ക്ഷേത്രങ്ങളിൽ പോയി, Muslim dargah I went. മുസ്ലിങ്ങളുടെ അടുക്കൽ ചെന്നു. There only did not sorted out my അവിടെ problem. പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങൾ. You are calling me to the church. നീ എന്നെ ചർച്ചിലേക്ക് വിളിക്കുന്നു. That too, your Jesus will look so innocent and soft. കാരണം ഞാൻ നോക്കുന്ന സമയത്ത് നീ ആരാധിക്കുന്ന യേശുവിനെ കണ്ടാൽ വളരെ പാവത്താനെ പോലെ ഇരിക്കുന്നു. Here only these people did not protected me. ഇത്രയും ഭീകരന്മാരായ ദൈവങ്ങൾക്ക് പോലും എന്നെ വിടുവിക്കാൻ കഴിഞ്ഞില്ല. What he will rescue me from this issue? എന്റെ പ്രശ്നങ്ങളിൽ നിന്ന് ഈ പാവം പിടിച്ച യേശുവിനെ എങ്ങനെ എന്നെ രക്ഷിക്കുവാൻ കഴിയും? And I told, leave it. ഞാൻ പറഞ്ഞു, അത് നീ വിട്ടുകളയുക. Next day, അടുത്ത ദിവസം, I don't know, I felt to ask her Bible. ഞാൻ അവളോട് അവളോട് ഇങ്ങനെ എനിക്കൊരു ബൈബിൾ വേണമെന്ന് ചോദിക്കാൻ. I don't know that it is called as a Bible. എനിക്കത് ബൈബിൾ ആണെന്ന് പോലും അറിയത്തില്ല. I asked her. ഞാൻ അവളോട് ഇങ്ങനെ ചോദിച്ചു, you people will have one book with a black cover, can you give me that book? ഈ നിന്റെ കയ്യിൽ, നിങ്ങൾ ക്രിസ്ത്യാനികളുടെ കയ്യിൽ കറുത്ത പുറംചട്ടയുള്ള ഒരു പുസ്തകമില്ലേ, ആ പുസ്തകം എന്താണ്, അത് എനിക്ക് തരാൻ പറഞ്ഞു. Then she said that is Bible. അവൾ പറഞ്ഞു, അത് ബൈബിളാണ്. Can you please give it to me? I asked. നിനക്ക് ആ ബൈബിൾ എനിക്ക് തരാമോ എന്ന് She gave that ചോദിച്ചു. one. അവൾ എനിക്ക് ബൈബിൾ തന്നു. I started read that one. ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങി. I did not understood anything. എനിക്കൊന്നും മനസ്സിലായില്ല. കാരണം ഞാൻ വായിച്ചത് മത്തായി 1:1 അബ്രഹാം ഇസാഖിനെ ജനിപ്പിച്ചു, അപ്പോൾ തന്നെ ഞാൻ അടച്ചു വെച്ചു.
Then I closed it. ഞാനത് അടച്ചു വെച്ചു. I kept under my pillow. ഞാൻ എൻ്റെ തലയുടെ അടിയിൽ വെച്ചു. I don't want to touch this book. ഞാൻ പറഞ്ഞു എനിക്ക് ഈ ബുക്ക് വായിക്കേണ്ട ആവശ്യമേ ഇല്ല. The moment I opened, something list is coming. ഞാൻ തുറന്ന മാത്രമേ തന്നെ ഏതൊക്കെ ലിസ്റ്റുകളാണ് വരുന്നത്. I don't want this book. I just kept under my pillow and I slept. ഞാൻ ഈ പില്ലോയുടെ അടിയിൽ വെച്ച് ഞാൻ എൻ്റെ കട്ടിലിൽ ഇങ്ങനെ കിടന്നു. Next day, അടുത്ത ദിവസം when maid came to my house, ഈ ജോലിക്കാരി എൻ്റെ വീട്ടിൽ I വന്നപ്പോൾ gave that book, that Bible. ഞാൻ ബൈബിൾ അവളുടെ കൊടുത്തു. I told that I don't want this. ഞാൻ പറഞ്ഞു എനിക്ക് ഈ ബൈബിളിന്റെ ആവശ്യമേ ഇല്ല. Okay, I'm not at all understanding to me. ഈ വായിച്ചതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. While going, you take this book and നീ go. ബൈബിൾ എടുത്തുകൊണ്ട് നിന്റെ വീട്ടിൽ പോകുക എന്ന് പറഞ്ഞു. She said, okay, Amma. അവൾ പറഞ്ഞു ഓക്കെ. Then she took it back. അവൾ എടുത്തുകൊണ്ട് പോയി. She went down. അവളുടെ വീട്ടിലേക്ക് പോയി. I was alone in my ഞാൻ house. വീട്ടിൽ തന്നെ ഒറ്റയ്ക്കിരിക്കുകയാണ്. Every door is locked. എല്ലാ ഡോറും അടച്ചിരിക്കുകയാണ്. Then I felt that എനിക്ക് പെട്ടെന്ന് തോന്നി someone is holding my hand like this, ആരോ എന്റെ കരത്തിൽ ഇങ്ങനെ പിടിക്കുന്നത് പോലെ എനിക്ക് just തോന്നി. pulling me, dragging me and saying that one time in my conscious I felt that very strongly. എന്റെ ഓർമ്മയിൽ എനിക്ക് ഇങ്ങനെ മനസ്സിലാക്കണം ആരോ എന്റെ കരത്തിൽ പിടിച്ച് എന്നെ വലിക്കുന്നു. ഒരു തവണ, ഒറ്റ തവണ, one time you come to church. ഒരു തവണ നീ ചർച്ചിലേക്ക് വരിക. I felt someone is pulling me forcefully. എനിക്ക് മനസ്സിലായി ആരോ എന്നെ വളരെ ശക്തിയോടെ പിടിച്ചു വലിക്കുന്നത് പോലെ എനിക്ക് Then I തോന്നി. called to my mother and told her, ഞാൻ എന്റെ അമ്മയെ ഫോൺ ചെയ്ത് പറഞ്ഞു I'm feeling to go to church. എനിക്ക് ചർച്ചിൽ പോകാൻ തോന്നുന്നു. She said that your feeling means you go, but don't go alone, take the maid. എന്റെ അമ്മ ഇങ്ങനെ പറഞ്ഞു നിനക്ക് പോകാൻ തോന്നുന്നുണ്ടെങ്കിൽ നീ പോവുക, നീ പക്ഷെ മെയ്ഡിനെയും കൊണ്ടുപോകുക. Just I booked a cab and I took maid and I went to her church. It's a very big church in Hyderabad. ഹൈദരാബാദിലുള്ള ഒരു വലിയ ചർച്ചിലാണ് അവൾ പോകുന്നത്. ഞാനൊരു ക്യാബ് ബുക്ക് ചെയ്ത് അവളെയും കൊണ്ട് ആ ചർച്ചിലേക്ക് പോകാനിടയിൽ. That church is open every day. ആ ചർച്ച എല്ലാ ദിവസവും തുറന്ന് പ്രവർത്തിക്കുന്ന Not ചർച്ചാണ്. only Sundays. സൺഡേ മാത്രമല്ല. So I went like Monday or Tuesday, some Monday working day only I went. ആ ഒരു പ്രവൃത്തി ദിവസം വർക്കിംഗ് ഡേ ആണ് ഞാൻ അവിടെ ചെന്നത്. That pastor will give visiting hours to everyone. ആ സമയത്ത് അവിടുത്തെ പാസ്റ്റർ എല്ലാവരെയും കാണുവാൻ അനുവദിക്കുമായിരുന്നു. I went to my maid took me to that church. എന്റെ മെയ്ഡ് എന്നെ ആ ചർച്ചിലേക്ക് കൊണ്ടുപോയി. My maid told me that ആ മെയ്ഡ് എന്നോട് പറഞ്ഞു you remove your bindi, talismans, everything. നീ നിന്റെ ഏലസും നിന്റെ ഈ പൊട്ടെല്ലാം അഴിച്ചു മാറ്റണം. Pastor will scold you. അത് അല്ലെങ്കിൽ പാസ്റ്റർ നിന്നെ വഴക്ക് പറയും. Then I took it and I kept in the bag. ഞാൻ ഇതെല്ലാം അഴിച്ച് എന്റെ ബാഗിൽ വെച്ചു. But I told that if I stay more than half an hour or 1 hour without wearing talismans, the devil will kill me. ഞാൻ അവളോട് പറഞ്ഞു അരമണിക്കൂറിൽ കൂടുതൽ ഈ രക്ഷയില്ലാതെ ഞാൻ ഇരിക്കുകയാണെങ്കിൽ ആ പിശാച് എന്നെ കൊന്നുകളയും. But she said that no problem, you just put in the bag. അവൾ പറഞ്ഞു കുഴപ്പമില്ല നീ ബാഗിനകത്ത് വെച്ചോ എന്ന് പറഞ്ഞു. To meet that pastor, there are many people are waiting. ഒരുപാട് ആളുകൾ ആ പാസ്റ്ററെ കാണാൻ വെയിറ്റ് ചെയ്യാണ്. We went in front of him. ഞാൻ അദ്ദേഹത്തിന്റെ മുമ്പിൽ ചെന്നു. That maid is telling, ആ മെയ്ഡ് പറഞ്ഞു for this girl witchcraft happened against her. ഈ പെൺകുട്ടിക്കെതിരെ ആരോ മന്ത്രവാദം ചെയ്തിരിക്കുകയാണ്. That pastor did not trust it. ആ പാസ്റ്റർ വിശ്വസിച്ചില്ല. He said that witchcrafts are not there. അദ്ദേഹം പറഞ്ഞു മന്ത്രവാദം എന്ന് പറയുന്ന സംഗതിയേ ഇല്ല. There is no devil only. പിശാച് എന്ന് പറയുന്ന ഒരു വ്യക്തിയേ ഇല്ല. So you no need to worry. നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല. Have nice food. നല്ല ആഹാരം കഴിക്കുക. Sleep. നന്നായിട്ട് ഉറങ്ങുക. Go to college. കോളേജിൽ പഠിക്കാൻ പോവുക. Okay, don't skip your college. ഒരിക്കലും നീ Give me one promise card. അദ്ദേഹം ഇതെല്ലാം പറഞ്ഞതിന് ശേഷം എനിക്ക് ഒരു പ്രോമിസ് കാർഡ് തരാൻ I ഇടയായി. took it in the bag. I kept in my bag. ഞാൻ ആ പ്രോമിസ് കാർഡ് എന്റെ റൂമിൽ വെച്ചു, എന്റെ ബാഗിൽ വെച്ചു. We both came to the prayer hall. ഞങ്ങൾ പ്രേയർ ഹാളിലേക്ക് വന്നു. That maid started praying. എന്റെ മുമ്പിൽ ആ മെയ്ഡ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. With tears. അവൾ കണ്ണുനീരോടെ I പ്രാർത്ഥിക്കാൻ asked, why are you crying? ഞാൻ അവളോട് ചോദിച്ചു നീ എന്തിനാണ് കരയുന്നത്? I am praying about you. അവൾ പറഞ്ഞു ഞാൻ നിനക്ക് വേണ്ടി I പ്രാർത്ഥിക്കുക. asked, why you are crying? നീ എന്തിനാണ് കരയുന്നത്? She told that prayer with tears are very powerful. കാരണം അവൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു കണ്ണുനീരോടെയുള്ള പ്രാർത്ഥന വളരെ ഫലപ്രദമായ I പ്രാർത്ഥനയാണ്. told that you no need to cry. ഞാൻ പറഞ്ഞു നീ എന്നെ ഓർത്ത് കരയേണ്ട കാര്യമില്ല. Whatever happens, it will happen. എന്ത് സംഭവിക്കുന്നോ സംഭവിക്കട്ടെ. Again, while coming back to my house, എന്റെ വീട്ടിലേക്ക് മടങ്ങി വന്ന് in my cab, ആ ക്യാബിൽ I kept my bindi, my talismans, everything. I came back to the house. എന്റെ പൊട്ട് ഞാൻ എടുത്തു വെച്ചു. എന്റെ കഴുത്തിൽ രക്ഷ ഏലസ് എല്ലാം ഞാൻ എടുത്ത് കെട്ടി. I told everything to my mother. എന്റെ അമ്മയോട് ഇതെല്ലാം ഞാൻ പറഞ്ഞു. And I told to my mother that എന്റെ അമ്മയോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു. I got angry upon that guy. ഞാൻ ആ പാസ്റ്റർ കണ്ടപ്പോൾ തന്നെ എനിക്ക് ദേഷ്യം വന്നു. Because he told nothing is there witchcraft. അദ്ദേഹം പറഞ്ഞത് മന്ത്രവാദം എന്ന് പറയുന്ന സംഗതിയേ ഇല്ല. He told that nothing is there, you eat, you sleep and go to college. അദ്ദേഹം എന്നോട് പറഞ്ഞു നീ നല്ലവണ്ണം ഭക്ഷണം കഴിക്കുക, നല്ലവണ്ണം ഉറങ്ങുക, നീ കോളേജിൽ പോവുക. Nothing is there, you are trying to skip the college, you are lying, he told. അദ്ദേഹം പറഞ്ഞു നീ ഒരു കള്ളം പറയുകയാണ്, നീ കോളേജ് സ്കിപ്പ് ചെയ്യാൻ വേണ്ടി മനഃപൂർവ്വം കള്ളം പറയുകയാണെന്ന് പറഞ്ഞു. See, I
used to go to my office, ഞാൻ ഓഫീസിൽ പോകുമായിരുന്നു, then college. കോളേജിൽ പോകുമായിരുന്നു. That much hardworking nature. അത്രയും ഹാർഡ് വർക്കിംഗ് ആളാണ് ഞാൻ. He's telling that you are trying to skip the അതെ, college. അപ്പോൾ എന്നെ നോക്കിയിട്ട് അങ്ങനെയുള്ള എന്നെ നോക്കിയിട്ടാണ് പറയുന്നത് നീ കോളേജ് സ്കിപ്പ് ചെയ്യാൻ Then ശ്രമിക്കുകയാണ്. I suddenly told to my mother, he gave me one card. അദ്ദേഹം പെട്ടെന്ന് ഞാൻ ഓർമ്മിച്ച് എന്റെ അമ്മയോട് പറഞ്ഞു, അദ്ദേഹം എനിക്കൊരു കാർഡ് തന്നു. That card I showed to my mother. ഞാൻ എന്റെ അമ്മയ്ക്ക് ആ കാർഡ് കാണിച്ചു കൊടുത്തു. On that card it is written that ആ വാഗ്ദത്ത വചനം ഇങ്ങനെയാണ് എഴുതിയിരുന്നത്. from Malachi it is written. മലാഖിയുടെ പുസ്തകത്തിലുള്ള ഒരു പ്രവചന വാക്യമാണ്. My mother only, we both read it together. He gave some card. ആ വാഗ്ദത്ത വചനം ഞാനും എന്റെ അമ്മയും ഒരുമിച്ച് വായിക്കുവാനിടയായി. It is written that if you turn towards me, I'll turn towards you. ആ വാഗ്ദത്ത വചനം എങ്ങനെയാണ്, നീ എന്നിലേക്ക് തിരിഞ്ഞാൽ ഞാൻ എന്റെ മുഖം നിന്നിലേക്ക് തിരിക്കും. Then I did not understood anything. എനിക്കത് മനസ്സിലായില്ല. My mother told like this. എന്റെ അമ്മ ഇങ്ങനെ പറഞ്ഞു, If you want to trust him, you can trust him. നീ യേശുവിനെ വിശ്വസിക്കണമെങ്കിൽ വിശ്വസിച്ചോളുക. I have seen my colleagues who have trusted him. They are very much blessed. എന്റെ കൂടെയുള്ള എന്റെ സഹപ്രവർത്തകർ യേശുവിനെ വിശ്വസിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവരാണ്. I heard my mother told another thing. എന്റെ അമ്മ ഒന്നുകൂടെ പറഞ്ഞു, I heard that people who go to church, people who trust Jesus, these demonic things or witchcrafts will not affect on that person. ഞാൻ എന്റെ അമ്മ ഇങ്ങനെ പറഞ്ഞു, യേശുവിനെ വിശ്വസിക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്, അവർക്ക് മന്ത്രവാദം അവരുടെ മേൽ ഏൽക്കുകയില്ല. I did not understood anything. എന്റെ അമ്മ പറഞ്ഞതൊന്നും എനിക്ക് അന്ന് Because മനസ്സിലായില്ല. I was in high frustration because of my problems. കാരണം എന്റെ പ്രശ്നങ്ങൾ നിമിത്തം ഞാൻ അതികഠിനമായ ഫ്രസ്ട്രേഷനിലായിരുന്നു. Person without sleep for 3 months means it's very difficult. Their mind working, their mind it will be very difficult. 3 മാസത്തിലേറെ ഉറങ്ങാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സ് എങ്ങനെയായിരിക്കുമെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. So I said that we'll see it later. ഞാൻ പറഞ്ഞു, ഓക്കെ നമുക്ക് നോക്കാം. Again I went, I took my bath, again I did all my rituals, my pujas, everything. ഞാൻ വീണ്ടും ഭവനത്തിലേക്ക് മടങ്ങി ചെന്ന് എന്റെ പൂജയും എന്റെ കർമ്മങ്ങളും എല്ലാം ചെയ്യുവാനിടയായി. Again it's night time. വീണ്ടും രാത്രിയായി. My mother slept. എന്റെ അമ്മ ഉറങ്ങി. I also slept. I was just lie down on my bed. ഞാൻ കണ്ണു തുറന്നു പിടിച്ചിങ്ങനെ കിടക്കുകയാണ്. Every light was on. എല്ലാ ലൈറ്റും ഓണായി കിടക്കുകയാണ്. Candles, everything is there. എല്ലാം ഓണായിരിക്കുകയാണ്. I was thinking, ഞാൻ ചിന്തിക്കുകയായിരുന്നു, what is this struggle? എന്താണ് ഈ പ്രശ്നങ്ങൾ? Die means I have to die quickly. മരിക്കണമെങ്കിൽ പെട്ടെന്ന് മരിക്കണം, Otherwise I have to be alive properly. അല്ലെങ്കിൽ ഞാൻ ശരിയായി ജീവിച്ചിരിക്കണം. What nobody is understanding my problem. ആർക്കും എന്റെ പ്രശ്നം മനസ്സിലാകുന്നില്ല. On my bed also every time I used to chant some mantras. ഞാൻ എന്റെ ബെഡിലും ഒരുപാട് മന്ത്രങ്ങൾ ഞാൻ ഇങ്ങനെ ഉരുവിടുമായിരുന്നു. Because of the fear that these demons which are moving in my room should not attack. കാരണം അങ്ങനെ ഞാൻ മന്ത്രോച്ചാരണങ്ങൾ ചെയ്താൽ മാത്രമേ ആ ദുരാത്മാക്കൾ എന്റെ അടുക്കൽ വരാതിരിക്കുകയുള്ളൂ. Then suddenly I remembered. പെട്ടെന്ന് ഞാൻ I was crying continuously. ഞാൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. See, I cannot close my eyelids like this. എന്റെ കണ്ണിങ്ങനെ അടയ്ക്കുവാൻ, കണ്ണ് ചിമ്മുവാൻ എനിക്ക് കഴിയത്തില്ല. That much fear. അത്രയും ഭയം. Because that demon will attack me. കാരണം ആ ദുരാത്മാവിനെ അറ്റാക്ക് ചെയ്യും. I used to see that demon. ഞാൻ ആ ദുരാത്മാവിനെ കാണുമായിരുന്നു. It's like a smoke form. ഒരു പുകമറ പോലെ. It's full of black. ഒരു കറുത്ത പുകമറ പോലെ. Black spirit. ഒരു കറുത്ത ദുരാത്മാവ്. Many times when I took selfie, I have seen that photo, that black spirit on my selfie. ഞാൻ പലപ്പോഴും എന്റെ സെൽഫി ഞാൻ എടുക്കുന്ന സമയത്ത് ആ ദുരാത്മാവ് എന്റെ ആ ക്യാമറയിൽ തെളിഞ്ഞു വരുമായിരുന്നു. That much, after seeing that one, my fear increased. അത് കണ്ടതിന് ശേഷം എന്റെ ഭയം അധികമാകുവാൻ I തുടങ്ങി. opened my eyes like this, I lay down on my bed and I was crying, tears are coming like this. ഞാൻ എന്റെ കട്ടിൽ കിടന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ടേയിരുന്നു, കണ്ണുനീര് ധാരധാരയെ ഒഴുകുന്നു. I used to think like this. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, What curse is there on my head? എന്റെ തലയിൽ എന്ത് ശാപമാണുള്ളത്? Why like this I am struggling? എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഭാരപ്പെടുന്നത്? My head is breaking. എന്റെ തല പൊട്ടിത്തെറിക്കുകയാണ്. Okay, I became so much lean. ഞാൻ വളരെ ഉണങ്ങിയ അവസ്ഥയിലേക്ക് മാറി. If I see my face on mirror, I myself can see 4 eyes, 2 faces I can see. ഞാൻ എന്റെ രൂപം തന്നെ കണ്ണാടിയിൽ നോക്കിക്കഴിഞ്ഞാൽ എന്റെ മുഖത്ത് 2 or 3 വേറെ മുഖങ്ങൾ കാണുവാൻ എനിക്ക് കഴിയുമായിരുന്നു. Everything I can sense, everything is visible to my spiritual eyes, physical eyes. എന്റെ ഭൗതിക നേത്രങ്ങൾക്ക് തന്നെ ഇതെല്ലാം കാണുന്ന അവസ്ഥയിലായിരുന്നു ഞാൻ. Everything I know. ഇതെല്ലാം എനിക്കറിയാം. That's why my fear increased. അതുകൊണ്ടാണ് എന്റെ ഭയം. I was crying continuously. ഞാൻ കരഞ്ഞുകൊണ്ടേയിരുന്നു. Then I suddenly remembered that. ഞാൻ പെട്ടെന്ന് ഓർമ്മിച്ചു, After chanting of my Muslim that given that mantra also, മുസ്ലിങ്ങൾ പറഞ്ഞു തന്ന മന്ത്രവാദം പറഞ്ഞതിന് ശേഷം I suddenly remembered. പെട്ടെന്ന് ഞാൻ ഓർമ്മിച്ചു, Oh, today morning I went to church. ഇന്ന് രാവിലെ ഞാൻ യേശുവിന്റെ ചർച്ചിൽ പോയല്ലോ. I asked Jesus like this. ഞാൻ യേശുവിനോട് ഇങ്ങനെ എന്റെ കട്ടിൽ കിടന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, Jesus, യേശുവേ,
I don't know how to pray. എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല, I don't know anything about എനിക്കൊന്നും you. അറിയത്തില്ല നിന്നെ I കുറിച്ച്. came to your church. ഞാൻ നിന്റെ ചർച്ചിൽ നിന്ന് വന്നു. You please help me one time. നീ ഒരു തവണ എന്നെ സഹായിക്കണമേ. I'm not understanding anything. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. I don't know why I felt like that. I asked like that. എന്തുകൊണ്ട് എനിക്ക് അങ്ങനെ തോന്നിയെന്നോ അങ്ങനെ ഞാൻ ചോദിച്ചെന്നോ എനിക്കറിയത്തില്ല. Within fraction of seconds, പെട്ടെന്ന് ഒരു ഞൊടിയിടയിൽ because my eyes were continuous open only, എന്റെ കണ്ണ് തുറന്നു തന്നെ ഇരിക്കുകയാണ്. I saw a Jesus, that Calvary is bleeding, is bloodshed, everything on my wall. എന്റെ ആ ചുമരിന്റെ മേൽ യേശുവിന്റെ കാൽവരി കുരിശും യേശുവിന്റെ ശരീരത്തിൽ നിന്ന് രക്തം ധാരധാരയെ ഒഴുകുന്ന ഒരു വെളിപ്പാട് എന്റെ കണ്ണിന്റെ മുമ്പിൽ ഞാൻ So കാണുവാനിടയായി. full of light in my room. എന്റെ റൂം മുഴുവൻ പ്രകാശിക്കുവാനിടയായി. Immediately I closed my eyes like this. പെട്ടെന്ന് ഞാൻ എന്റെ കണ്ണടച്ചു. See, closing my eyes, that too midnight, it's a very big task for me. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അർദ്ധരാത്രി സമയത്ത് കണ്ണടക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമുള്ള കാര്യമാണ്. That much light, and I have seen that vision, and immediately I closed my eyes പെട്ടെന്ന് like ഇങ്ങനെ this. ഒരു ദർശനം, യേശുവിന്റെ ഒരു ദർശനം കാണുകയും ഞാൻ എന്റെ കണ്ണടയ്ക്കുവാനിടയായി. The moment I closed my eyes, after 14 hours I opened my eyes. ആ കണ്ണടച്ചതിന് ശേഷം 14 മണിക്കൂറിന് ശേഷമാണ് ഞാൻ കണ്ണു തുറന്നത്. After 3 months I slept 14 to 15 hours. ആ 3 മാസത്തിന് ശേഷം 14-15 മണിക്കൂർ ഞാൻ തുടർമാനമായി ഉറങ്ങുവാൻ തുടങ്ങി. My mother understood that, okay, she went to church, that's why she slept nicely. എന്റെ അമ്മയ്ക്ക് മനസ്സിലായി ഇന്ന് എന്റെ മകൾ ചർച്ചിൽ പോയി, അതുകൊണ്ടാണ് ഉറങ്ങുവാനിടയായത്. Nobody disturbed me. ആരും എന്നെ ശല്യപ്പെടുത്തിയില്ല. When I woke up, ഞാൻ ഉണർന്നപ്പോൾ I told to my mother, എന്റെ അമ്മയോട് ഞാൻ പറഞ്ഞു, in my room, എന്റെ മുറിയിൽ on my wall, എന്റെ ആ ചുമരിന്റെ I മേൽ have seen Jesus ഞാൻ like this. യേശുവിനെ കാണുവാനിടയായി. That time I don't know that we will call it as a Calvary. ആ സമയത്ത് അത് കൽവരി കുരിശാണെന്ന് പറയാൻ എനിക്കറിയത്തില്ല. Like a cross it is there. എന്റെ ചുവരിന്റെ മേൽ ഒരു കുരിശ് ഞാൻ കണ്ടു. I did not use the cross name ആ also. കുരിശ് എന്ന വാക്കും ഞാൻ ഉപയോഗിച്ചില്ല. One plus is there. ഒരു പ്ലസ് സൈൻ ഞാൻ കണ്ടു. He stood like this. യേശു ഇങ്ങനെ കിടക്കുന്നത് ഞാൻ കണ്ടു. His blood is bleeding. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് രക്തം ഒഴുകുകയാണ്. Suddenly light came. പെട്ടെന്നൊരു വെളിച്ചം എന്റെ റൂമിൽ Immediately വന്നു. I closed my എന്റെ eyes കണ്ണ് ഞാൻ അടച്ചു. and I opened now. ഞാൻ ഇപ്പോഴാണ് കണ്ണു തുറന്നത്. Oh, I opened my eyes. ഞാൻ പെട്ടെന്ന് എന്റെ കണ്ണു തുറന്നതിന് ശേഷം I removed all my talismans. എന്റെ കഴുത്തിൽ കിടന്ന ഏലസ് മുഴുവൻ ഞാൻ പൊട്ടിച്ചു I കളഞ്ഞു. told to my mother one thing. എന്റെ അമ്മയോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, I'm not feeling to wear this. എനിക്ക് ഏലസും രക്ഷയും കെട്ടുവാൻ ഇപ്പോൾ ആഗ്രഹമില്ല. I removed my bindi. എന്റെ പൊട്ട് ഞാൻ അഴിച്ചു മാറ്റി. And I'm not feeling to go to that puja room. എന്റെ മുറിയിലുള്ള എന്റെ വീട്ടിലുള്ള പൂജാ മുറിയിൽ കയറുവാൻ എനിക്ക് I'm not ആഗ്രഹമില്ല. feeling to do any puja. എനിക്ക് പൂജകൾ ചെയ്യുവാൻ I don't ആഗ്രഹമില്ല. know what is happening. എന്താണ് എനിക്ക് സംഭവിച്ചത്? My mother said that എന്റെ അമ്മ പറഞ്ഞു, whatever you feel to do, you do that. നിനക്ക് എന്ത് തോന്നുന്നു അത് നീ ചെയ്താൽ Because മതി. everyone decided that I'm going to die. കാരണം എല്ലാവരും തീരുമാനിച്ചൊരു കാര്യമാണ് ഞാൻ മരിച്ചു So പോകുമെന്ന്. they started showing lot of love and care. അവർ ഒരുപാട് സ്നേഹവും അനുകമ്പയും എന്നോട് And she കാണിക്കുവാനിടയായി. told that, okay, you no need to do any puja. നീ പൂജകളൊന്നും ചെയ്യേണ്ട You കാര്യമില്ല. are feeling to go to church, you go to church. നിനക്ക് ചർച്ചിൽ പോകണമെന്നുണ്ടെങ്കിൽ നീ ചർച്ചിൽ പോയിക്കൊള്ളുക. You do that only. നീ അവിടെ തന്നെ പോകുക. Then I removed all the talismans. I closed all that puja room. I locked it. ഞാൻ എന്റെ കഴുത്തിൽ കിടന്ന രക്ഷയും ഏലസും എല്ലാം പൊട്ടിച്ച് കളഞ്ഞിട്ട് എന്റെ വീട്ടിലെ പൂജ The next Sunday came. അടുത്ത ഞായറാഴ്ച I went with my maid to that church. ഞാൻ എന്റെ മെയ്ഡും കൂടെ ആ ചർച്ചിൽ I പോകാനിടയായി. purchased one Bible. ഞാനൊരു ബൈബിൾ മേടിച്ചു. And that man of God is preaching some word of God. ആ സമയത്ത് ആ ദേവദാസൻ ഒരു പ്രസംഗിക്കുകയായിരുന്നു. I don't know how to open the Bible, how to see that word of God. എനിക്ക് ആ ബൈബിൾ എങ്ങനെ തുറക്കണമെന്നോ എങ്ങനെ വായിക്കണമെന്നോ ഒന്നും എനിക്കറിയില്ല. When he's saying that scriptures, അദ്ദേഹം ആ സ്ക്രിപ്ചർ പറഞ്ഞപ്പോൾ literally God told me, you have to open. My finger automatically went and it told, you have to open like this, you have to see this scripture. Like someone is telling and leading me in my mind. അദ്ദേഹം വചനം വിളിച്ചു പറയുമ്പോൾ ആരോ എന്നോട് ഇങ്ങനെ പറയുകയാണ്, എന്റെ മനസ്സിൽ ആരോ പറയുകയാണ്, നീ ഇങ്ങനെ ഈ പേജ് തുറക്കണം, ഇങ്ങനെ നോക്കണം, അപ്പോൾ ഈ വാക്യം നിനക്ക് കാണുവാൻ സാധിക്കും. Like that I started going to church. അങ്ങനെ ഞാൻ സഭയിലേക്ക് പോകാനിടയായി. After few days, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ that astrologer, that my mother's student's father, he called to എന്റെ my mother. അമ്മയുടെ വിദ്യാർത്ഥിയുടെ പിതാവ് എന്റെ അമ്മയെ വിളിച്ചു. He asked my mother, എന്റെ അമ്മയോട് ഇങ്ങനെ ചോദിച്ചു, how is your daughter? നിന്റെ മകൾക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട്? My mother said that she is okay. എന്റെ അമ്മ പറഞ്ഞു, എന്റെ മകൾ പരിപൂർണമായി ഓക്കെയാണ്. He asked, how come she's okay? അദ്ദേഹം ചോദിച്ചു, എങ്ങനെ നിന്റെ മകൾ ഓക്കെ ആയിരിക്കും? That much big witchcraft is there. ഇത്രയും വലിയ മന്ത്രവാദം സംഭവിച്ചതല്ലേ? That much big things are there. ഇത്രയും വലിയ സംഭവം നടന്നതല്ലേ? Whomever I told they will die, they died. ആരോടെല്ലാമോ ഞാൻ മരിക്കുമെന്ന് പറഞ്ഞു, അവർ മരിച്ചിട്ടുണ്ട്. Again he
went to puja. അദ്ദേഹം വീണ്ടും ആ പൂജയിലേക്ക് കടന്നു ചെന്നു. Night time. ആ രാത്രി അവിടെ ചെന്ന് He sat around that puja, that what Anjanam. അദ്ദേഹം ആ കളത്തിന്റെ മുമ്പിൽ ഇങ്ങനെ ഇരുന്ന് Then he started singing. അദ്ദേഹം ഇങ്ങനെ നോക്കുമ്പോൾ How come it is possible she is alive? എങ്ങനെ ഈ പെൺകുട്ടി ജീവിച്ചിരിക്കും? Then he started researching everything and started അദ്ദേഹം singing. വീണ്ടും ഇങ്ങനെ ആ പൂജയിൽ റിസർച്ച് ചെയ്യാൻ തുടങ്ങി. Next day he called to my mother. പിറ്റേന്ന് എന്റെ അമ്മയെ വിളിച്ചു. He asked, എന്റെ അമ്മയോട് ഇങ്ങനെ ചോദിച്ചു, to which temple your daughter is going? നിന്റെ മകൾ ഏത് അമ്പലത്തിലാണ് പോകുന്നത്? Which mantra she is chanting? ഏത് മന്ത്രമാണ് നിന്റെ മകൾ ഇപ്പോൾ ഉരുവിടുന്നത്? I saw that one white. My mother said that എന്റെ അമ്മ പറഞ്ഞു, she is not going to any temple. എന്റെ മകൾ ഇപ്പോൾ ഒരു അമ്പലത്തിലും She പോകുന്നില്ല, is not chanting any mantra. ഒരു മന്ത്രവും ഉരുവിടുന്നില്ല. She removed all the talismans. എല്ലാ രക്ഷയും അവൾ പൊട്ടിച്ചു കളഞ്ഞു. She started going to church. അവൾ ചർച്ചിൽ പോകാൻ തുടങ്ങി. He asked, church? ചർച്ച് സഭയാണ്. Then he told that I saw that one white person. He did not understood who is that. A person who is very tall and white. He is protecting your daughter. That's why I asked this question. ഞാൻ നിന്നോട് ഈ ചോദ്യം ചോദിക്കാനുള്ള കാരണം, ഞാൻ പൂജയിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ കണ്ടൊരു കാഴ്ചയുണ്ട്. നിന്റെ മകളുടെ അടുക്കൽ വെള്ളവസ്ത്രധാരിയായ നല്ല ഉയരമുള്ള ഒരു മനുഷ്യൻ നിന്ന് നിന്റെ മകളെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. And my mother said that she started going to church. Maybe that is a Jesus. എന്റെ അമ്മ ഇങ്ങനെ പറഞ്ഞു, അവൾ ചർച്ചിൽ പോകാൻ ആരംഭിച്ചു. ചിലപ്പോൾ ആ വെള്ളവസ്ത്രധാരിയായ മനുഷ്യൻ അത് If that is the Jesus, if she is going to church, means you please tell to your daughter to go to church. ആ മന്ത്രവാദി എന്റെ അമ്മയോട് ഇങ്ങനെ പറഞ്ഞു, നിന്റെ ആ വെള്ളവസ്ത്രധാരിയായ മനുഷ്യൻ അത് നിന്റെ മകളോട് ചർച്ചിൽ തന്നെ പോകുക എന്ന്. Because that person is protecting your daughter. മനുഷ്യനാണ് നിന്റെ You told your daughter is going to church. നീ പറഞ്ഞു നിന്റെ മകൾ ചർച്ചിൽ പോകുകയാണ്. Earlier I did not saw this beside your daughter. ഈ നേരത്തെ ഞാൻ മന്ത്രവാദം ചെയ്യുന്ന സമയത്ത് നിന്റെ മകളുടെ അടുക്കൽ ഈ മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. But after you are telling that your daughter started going to church, I am seeing this kind of a shadow, one like a person, tall person with white, full white. I couldn't see his face, but that person is protecting, that spirit is protecting your daughter. ഞാൻ കണ്ടൊരു കാഴ്ച, നിന്റെ മകളുടെ അടുക്കൽ ഒരു നിഴൽ പോലെ ഒരു വസ്ത്രധാരിയായ മനുഷ്യൻ നിന്ന് നിന്റെ മകളെ സംരക്ഷിക്കുന്ന കാഴ്ച ഞാൻ കാണുന്നു. Then they understood that Jesus can protect your daughter. അപ്പോഴാണ് മന്ത്രവാദിക്ക് മനസ്സിലായത്, യേശു കർത്താവിന് ഈ പെൺകുട്ടിയെ, നിന്റെ മകളെ സംരക്ഷിക്കുവാൻ കഴിയും. Hallelujah. Hallelujah. Among that 4 witch doctors who sat and who researched my case, എന്റെ കേസ് റിസർച്ച് ചെയ്ത 4 മന്ത്രവാദികളിൽ that 2 people came to Christ. 2 പേർ യേശുവിനെ വിശ്വസിച്ച്. Hallelujah. Hallelujah. Slowly when I took the baptism, ഞാൻ എന്നിട്ട് സ്നാനപ്പെടുവാനിടയായി. Same, my mother told that this God protected you. I also want to take baptism. So me and my mother took together baptism. ഞാൻ സ്നാനപ്പെടാൻ ചെന്നപ്പോൾ എന്റെ അമ്മ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ആരും സുവിശേഷം പറഞ്ഞില്ല. എന്റെ അമ്മ എന്റെ മാറ്റം കണ്ടിട്ട് പറഞ്ഞു, നിന്നെ സംരക്ഷിച്ചത് യേശുവാണ്, അതുകൊണ്ട് ഇന്നു മുതൽ ഞാനും യേശുവിനെ വിശ്വസിക്കും, ഞാനും യേശുവിനെ ആരാധിക്കും, ഞാനും നിന്നോട് കൂടെ സ്നാനപ്പെടാൻ പോകുകയാണ്. The moment I came completely to Christ, immediately it happened. Then I removed all the idol worship related things, witchcraft related things from my life. I packed and I throwed it in the water. ഞാൻ ഈ കർത്താവിലേക്ക് ഏത് സമയത്താണോ വന്നത്, ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന സകല മന്ത്രവാദ ആഭിചാര സാധന സാമഗ്രികൾ, എല്ലാ വിഗ്രഹങ്ങൾ സകലവും ഞാൻ പാക്ക് ചെയ്ത് വെള്ളത്തിൽ കൊണ്ട് ഞാൻ എറിഞ്ഞു കളഞ്ഞു. Many people challenged that they have raised very big spirit from the graveyard. Your daughter cannot escape from that spirit, they told. പല വ്യക്തികളും എന്റെ അമ്മയോട് പറഞ്ഞു, നിന്റെ മകൾക്കെതിരെ വലിയ ദുരിപ്പിച്ചിരിക്കുന്നത് നിന്റെ മകളെ രക്ഷിക്കുക അസംഭവ്യമാണെന്ന്. But when the Holy Spirit anointing came upon me, പക്ഷെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എന്റെ മേൽ when I വന്നപ്പോൾ, started speaking in tongues, ഞാൻ ആത്മാവിൽ അന്യഭാഷകളിൽ when I സംസാരിക്കാൻ started തുടങ്ങിയപ്പോൾ, growing in the spirit, ഞാൻ ആത്മാവിൽ വളരുവാൻ തുടങ്ങിയപ്പോൾ, that spirit went away from me. ആ ദുരാത്മാവ് എന്നെ Who did witchcraft against me? എനിക്കെതിരെ മന്ത്രവാദം ചെയ്ത വ്യക്തികൾ, That 2-3 people died. 2-3 വ്യക്തികൾ മരിച്ചു പോകാനിടയായി. Recently also one person died. ഈ അടുത്ത സമയത്ത് കൂടെ ഒരു വ്യക്തി മരിച്ചുപോയി. Whatever spirit it is, ഏത് ദുരാത്മാവാണെങ്കിലും, the whole graveyard is against you also. നിനക്കെതിരെ സകല മന്ത്രവാദ whole witch doctors are against you നിനക്കെതിരെ also. സകല മന്ത്രവാദികളും നിനക്കെതിരെയാണെങ്കിലും One thing we have to understand, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, the one who is in me,
വ്യക്തി is greater than the one who is in the world. ഈ ലോകത്തിലുള്ള വ്യക്തിയേക്കാൾ ശക്തിയുള്ള That we വ്യക്തിയാണ്. have to understand. അത് നമ്മൾ മനസ്സിലാക്കേണ്ട The moment ആവശ്യമുണ്ട്. we grow in the spirit, എപ്പോഴാണോ ആത്മാവിൽ വളരുന്നത്, then whatever spirit it is, whatever graveyard, whatever witchcraft it is, it cannot stand in front of us. യേശുവിന്റെ മുമ്പിൽ നിൽക്കുവാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. That time I was having a burden about my voice is not audible. ഒരു ശക്തികൾക്കും നിൽക്കുവാൻ കഴിയത്തില്ല. ഞാൻ എന്നിട്ട് ചർച്ചയിൽ പോകാൻ തുടങ്ങി. So I was having burden about my brother. എന്റെ സഹോദരനെ കുറിച്ച് എനിക്ക് ഒത്തിരി ഭാരമുണ്ടായിരുന്നു. In my house I am not doing any pujas. എന്റെ ഭവനത്തിൽ ഞാൻ ഒരു പൂജയും ചെയ്യുന്നില്ല. But my brother is very supportive. He only used to send to me all prayers and all. അദ്ദേഹമാണ് എന്നെ എല്ലാ പ്രാർത്ഥനയ്ക്കും പണം തന്ന് അയച്ചുകൊണ്ടിരുന്നത്. But he started doing more pujas. ഞാൻ പൂജ നടത്തിയതോടുകൂടി എന്റെ സഹോദരൻ അധികം പൂജ ചെയ്യാൻ തുടങ്ങി. He used to say that someone should do pujas in the house. അദ്ദേഹം എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, ആരെങ്കിലും ഭവനത്തിൽ ഒരു വ്യക്തി ഭവനത്തിൽ പൂജ ചെയ്യണമല്ലോ. Started doing more pujas in the house. അദ്ദേഹം അധികം പൂജകൾ ചെയ്യാൻ തുടങ്ങി. God told me one thing. ദൈവം എന്നോട് I പറഞ്ഞു. asked God, ഞാൻ ദൈവത്തോട് ചോദിച്ചു, Lord, what is this idol worship in the ഓ house? ഈ എന്റെ ഭവനത്തിൽ എന്താണ് ഈ വിഗ്രഹാരാധന? How can I escape from this? എങ്ങനെ ഈ വിഗ്രഹാരാധന എനിക്ക് രക്ഷപ്പെടുവാൻ കഴിയും? ദൈവം എന്നോടൊരു കാര്യം പറഞ്ഞു, Start loving your brother. നിന്റെ സഹോദരനെ നീ സ്നേഹിക്കുക. Release word of God on him. അവന്റെ മേൽ നീ ദൈവവചനത്തെ അയക്കുക. Continuously release word. തുടർമാനമായി ദൈവവചനം അയക്കുക. I did not force him to come to Christ. അദ്ദേഹത്തെ കർത്താവിലേക്ക് വരുവാൻ ഞാൻ നിർബന്ധിച്ചില്ല. I did not say anything. ഞാൻ അദ്ദേഹത്തോട് ഒന്നും പറഞ്ഞില്ല. But he know everything what happened in my life. എന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചെന്ന് എന്റെ സഹോദരൻ അറിയാം. When I came to Christ, from at that time only he shifted from Pune to Hyderabad. ഞാൻ കർത്താവിലേക്ക് വന്ന സമയത്താണ് അദ്ദേഹത്തിന് ജോലി മാറ്റം ഉണ്ടാകുകയും അദ്ദേഹം പൂനെയിൽ നിന്ന് ഹൈദരാബാദിലേക്ക് വരുവാൻ ഇടയായി That's തീർന്നത്. why he started doing more pujas in the house. അതുകൊണ്ടാണ് അദ്ദേഹം ഭവനത്തിൽ അധികം പൂജകൾ ചെയ്യുവാൻ തുടങ്ങിയത്. Then God told me one thing, just release word of God on him. ദൈവം എന്നോട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ മേൽ നീ വചനത്തെ അയക്കുക. And he told me one more thing. ദൈവം എന്നോട് ഒരു കാര്യം പറഞ്ഞു, By next year, by this time, your brother will come to അടുത്ത Christ. വർഷം ഈ സമയമാകുമ്പോൾ നിന്റെ സഹോദരൻ കർത്താവിനെ വിശ്വസിക്കുവാൻ I did ഇടവരും. not told to him ഞാൻ anything. അവനോടൊന്നും പറഞ്ഞില്ല. I just told to my mother. ഞാൻ എന്റെ അമ്മയോട് ഇങ്ങനെ പറഞ്ഞു. My mother told, don't tell anything outside. നീ ഒന്നും പുറത്ത് പറയേണ്ട ആവശ്യമില്ലെന്ന് എന്റെ അമ്മയോട് He പറഞ്ഞു. is very എന്റെ അമ്മ പറഞ്ഞു, supportive to your prayers. നിന്റെ പ്രാർത്ഥനകൾക്ക് അവൻ വളരെ സപ്പോർട്ടീവ് ആകുന്നു. We tell anything, he can't take it. നമ്മൾ എന്തെങ്കിലും അവൻ കർത്താവിലേക്ക് വരുമെന്ന് പറഞ്ഞാൽ അവനത് എടുക്കുവാൻ കഴിയത്തില്ല. But every time I started telling what God has done in my life, everything, even though it is small testimony, I started telling to him. എന്റെ ജീവിതത്തിൽ ചെറിയ സാക്ഷ്യമാണെങ്കിൽ പോലും കർത്താവ് എന്റെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങളെല്ലാം ഞാൻ അവനോട് പറയുമായിരുന്നു. I know that I understood that this word is working inside of him. എനിക്കൊരു കാര്യം മനസ്സിലായി, ഞാൻ പറയുന്ന വചനങ്ങൾ, കർത്താവിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ അവന്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. So that next year, that time has come. ദൈവം പറഞ്ഞ സമയം വന്നു. Before that, അതിനു മുന്നേ every year from his childhood onwards, he will wear Ayyappa Mala for 100 days. എന്റെ സഹോദരൻ ചെറുപ്രായം മുതലേ 100 ദിവസം, ഒരു വർഷത്തിൽ 100 ദിവസം വ്രതമെടുത്ത് ശബരിമലയിൽ പോകുന്ന വ്യക്തിയായിരുന്നു. Normally in Andhra, Telangana, people will wear Ayyappa Mala for 40 days. കാരണം ആന്ധ്ര തെലങ്കാന സംസ്ഥാനങ്ങളിൽ സാധാരണയായി 40 ദിവസമാണ് ശബരിമലയിൽ പോകാനുള്ള വ്രതം. I'll share these pics to your pastor. ഞാൻ ഈ ചിത്രങ്ങൾ പാസ്റ്റർക്ക് ഞാൻ അയച്ചു കൊടുക്കാം. When I was struggled a lot with this witchcraft, how my face looked that time. എന്റെ മുഖം ഈ ദുരാത്മാവിനാൽ ഞാൻ പീഡിപ്പിക്കപ്പെട്ട സമയത്ത് എങ്ങനെയായിരുന്നു എന്നും, and before and after pics, മുന്നേയും പുറകെയുമുള്ള, I think we can show it. Yeah, you can show now. Yeah, can you show it? Before and after pics, just 3 months only gap. ഈ എന്റെ കയ്യിൽ ഒരു ഫോട്ടോ ഉണ്ട്. കർത്താവിലേക്ക് വരുന്നതിന് മുന്നേയും പിന്നെയും 3 മാസത്തെ ഗ്യാപ്പിൽ ഞാൻ എടുത്ത 2 ഫോട്ടോസ് എന്റെ കയ്യിലുണ്ട്. And you can show my brother's photo also. എന്റെ സഹോദരന്റെ ഫോട്ടോയും നിങ്ങൾക്ക് എനിക്ക് കാണിക്കുവാൻ സാധിക്കും. Can you show it? Yeah. So like that again he wore 100 days of this Ayyappa Mala. അദ്ദേഹം 100 ദിവസം അയ്യപ്പമാല ശബരിമലയിൽ പോകാനുള്ള വ്രതം എടുത്തു. I was thinking, Lord, you told that he will come to Christ. കർത്താവേ, നീ പറഞ്ഞല്ലോ അദ്ദേഹം കർത്താവിലേക്ക് വരുമെന്ന്, ക്രിസ്തുവിനെ സ്വീകരിക്കുമെന്ന് പറഞ്ഞല്ലോ. The time is very near. ആ സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ്. But he wore Ayyappa Mala 100 days. അദ്ദേഹം 100 ദിവസം ഇപ്പോൾ വീണ്ടും അയ്യപ്പമാല ധരിക്കാനുള്ള ശബരിമലയിൽ പോകാനുള്ള വ്രതം എടുത്തു. He wore Ayyappa, you can see this photo. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഫോട്ടോ
ഫോട്ടോ കാണാനിട. This is just 3 months gap. 3 മാസം ഗ്യാപ്പിൽ ഞാൻ എടുത്ത ഫോട്ടോയാകുന്നു. That encounter happened in my room that night. ആ ദിവസം രാത്രി കർത്താവുമായിട്ടുള്ള ഒരു എൻകൗണ്ടർ എന്റെ ജീവിതത്തിൽ I took സംഭവിച്ചു. baptism. ഞാൻ ബാപ്റ്റിസം എടുത്തു. I received the Holy Spirit anointing. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു. 3 months, just 3 months gap. 3 മാസത്തെ വ്യത്യാസത്തിൽ എടുത്ത ഫോട്ടോയാകുന്നു. Can you show that photo which I was highly affected with witchcraft? ഞാൻ മന്ത്രവാദത്താൽ അതികഠിനമായ രീതിയിൽ ബാധിക്കപ്പെട്ട സമയത്ത് എടുത്ത മറ്റൊരു ഫോട്ടോയുണ്ട്. Can you zoom it? Zoom it to that one. So I was highly affected with witchcraft. ഇതാണ് എന്റെ ജീവിതത്തിൽ വളരെ കഠിനമായി മന്ത്രവാദത്താൽ ഞാൻ അഫക്റ്റ് ചെയ്യപ്പെട്ടിരുന്ന സമയത്ത് എടുത്ത ഫോട്ടോ. I think you can see it properly. നിങ്ങൾക്ക് It's clear, right? It's clear, right? Yeah. Okay. Can you show my brother's photo? Yeah. So then I was asking God, Lord, what is this? He wore Ayyappa Mala for 100 days. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ എന്താണിത്? എന്റെ സഹോദരൻ അയ്യപ്പമാല വീണ്ടും 100 ദിവസം He വ്രതമെടുത്തിരിക്കുകയാണ്. went to Shabarimala and he came back. അദ്ദേഹം ശബരിമലയിൽ പോയിട്ട് വീട്ടിൽ വന്നു. He removed that mala. അദ്ദേഹം മാല ഊരി വെച്ചു. He went to washroom. He took his bath. അദ്ദേഹം ബാത്റൂമിൽ ചെന്ന് കുളിച്ചു. And after bath, only they will remove that mala. കാരണം കുളിച്ചതിന് ശേഷമേ ഒരു മാല മാറ്റുകയുള്ളൂ. After wearing normal dress, അദ്ദേഹം കുളിയെല്ലാം കഴിഞ്ഞ് നോർമൽ ഡ്രസ് ഉടുത്തു. he told one thing. അദ്ദേഹം എന്നോടൊരു കാര്യം പറഞ്ഞു. This coming Sunday onwards, I want to come to church. ഈ ഞായറാഴ്ച മുതൽ ഞാൻ സഭയിൽ നിന്റെ കൂടെ വരുവാൻ ആഗ്രഹിക്കുന്നു. God worked like this in my family. ഇപ്രകാരം കർത്താവിന്റെ ഭവനത്തിൽ Hallelujah. പ്രവർത്തിച്ചു. If possible, please show that photo also. Yeah. Check the ministry mobile. Oh, you want it in your phone? So God catched him. എന്റെ സഹോദരനെ കർത്താവ് തൊട്ടു. And he took immediately with 3 months he took the baptism. 3 മാസത്തിനുള്ളിൽ തന്നെ അദ്ദേഹം സ്നാനപ്പെടുവാനിടയായി. He did not took 3 months also for baptism. അദ്ദേഹത്തിന് 3 മാസം പോലും എടുത്തില്ല സ്നാനപ്പെടുവാൻ. Immediately when the church announced the baptisms, he took the baptism. പെട്ടെന്ന് ചർച്ചയിൽ ബാപ്റ്റിസം അനൗൺസ് ചെയ്തപ്പോൾ അവനും ബാപ്റ്റിസം എടുക്കുവാനിടയായി. He also started growing in the spirit. അദ്ദേഹം ഇപ്പോൾ ആത്മാവിൽ വളർന്നുകൊണ്ടിരിക്കുന്നു. And recently he got married. വളരെ അടുത്ത സമയത്ത് തന്നെ അദ്ദേഹം ഈ കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ വിവാഹം Just 3 months back he got married. 3 മാസം മുന്നേ അദ്ദേഹത്തിന്റെ വിവാഹം കഴിഞ്ഞു. That girl also came from a Hindu background. അദ്ദേഹം കല്യാണം കഴിച്ച പെൺകുട്ടിയും ഇതുപോലെ ബ്രാഹ്മണ പശ്ചാത്തലത്തിൽ നിന്നും കർത്താവിനെ അറിഞ്ഞൊരു പെൺകുട്ടിയാണ്. She also പെൺകുട്ടിയാണ്. stood for Christ. അവൾ ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്നിട്ട് അവളും കർത്താവിന് വേണ്ടി അവളുടെ ഭവനത്തിൽ ഒറ്റയ്ക്ക് നിന്ന് പോരാടിയ ഒരു. She is also praying such a way that I want a person who will do the ministry. അദ്ദേഹവും ഇങ്ങനെ ആ പെൺകുട്ടിയും ഇതുപോലെ പ്രാർത്ഥിച്ചു, ദൈവവേല ചെയ്യുന്ന ഒരു വ്യക്തിയെ എനിക്ക് വിവാഹം കഴിക്കണം. So 3 months back they got married and now they settled. Just few days back they went to New Zealand and they settled there. ഈ 3 മാസം മുമ്പ് അവർ വിവാഹം കഴിഞ്ഞു. ആ വിവാഹം കഴിഞ്ഞ് അവർ ഇപ്പോൾ ന്യൂസിലാൻഡിലായിരിക്കുന്നു. So which doctors, I will wind it up very fast. ഞാൻ പെട്ടെന്ന് മതിയാക്കാം, സമയമായി. Which doctors challenged that I will not get married. മന്ത്രവാദികൾ ഇതുപോലെ വെല്ലുവിളിച്ചു, ഞാൻ ഒരിക്കലും വിവാഹം കഴിയത്തില്ല. But God told me that. പക്ഷെ ദൈവം എന്നോട് പറഞ്ഞു. You can see this is my brother's photo. ഇതാണ് എന്റെ സഹോദരന്റെ ഫോട്ടോ. അവസാനമായി ശബരിമലയിൽ പോകുന്നതിന് മുന്നേ എടുത്ത ഫോട്ടോയാണിത്. So God has changed him. കർത്താവ് അവനെ വിടുവിച്ചു. So like that when God told me you have to get married. ദൈവം എന്നോട് പറഞ്ഞു നീ വിവാഹം കഴിക്കണം. So immediately I obeyed and I got this proposal. When I was in the Bangalore, I got this proposal and we got married. ഞാൻ ബാംഗ്ലൂരിൽ കർത്താവ് പോകാൻ പറഞ്ഞു, കർത്താവ് എന്നോട് വിവാഹം കഴിക്കാൻ പറഞ്ഞു. ബാംഗ്ലൂരിൽ വെച്ച് ഈ പ്രപ്പോസൽ എനിക്ക് വരുവാനിടയായി. I used to ask God, why Lord this much early this marriage? I have to finish my studies. ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ എന്തിനാണ് ഇത്രയും പെട്ടെന്ന് എനിക്ക് വിവാഹം? എന്റെ പഠനം എനിക്ക് പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. That time I did not understood everything is secret. Secrets are hidden there. എനിക്ക് അപ്പോൾ മനസ്സിലായില്ല ആ വിവാഹത്തിനകത്തുള്ള രഹസ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. Because they want to sacrifice a virgin girl. കാരണം അവർക്ക് കന്യകയായ ഒരു പെൺകുട്ടിയെ കൊല്ലണം, ബലി കൊടുക്കണമെന്നായിരുന്നു. So if I am like that only means that witchcraft will continue. ഞാൻ അങ്ങനെയായിരുന്നെങ്കിൽ മന്ത്രവാദം വീണ്ടും തുടർമാനമായി സംഭവിച്ചു. I need to enter into the marriage life. ഞാൻ വിവാഹ ബന്ധത്തിലേക്ക് പ്രവേശിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. That's why God told immediately you have to get married. പെട്ടെന്ന് വിവാഹം കഴിക്കണമെന്ന് ദൈവം എന്നോട് പറഞ്ഞു. God has done very big miracle in this marriage also. എന്റെ ജീവിതത്തിൽ ദൈവം വലിയ അത്ഭുതം ചെയ്തു. Like that we got married. ഞങ്ങൾ അങ്ങനെ വിവാഹം കഴിച്ചു. We started our ministry. ഞങ്ങളുടെ ശുശ്രൂഷ ഞങ്ങൾ ആരംഭിച്ചു. 5 years we have finished our marriage life. ഞങ്ങളുടെ വിവാഹത്തിന് 5 വർഷം കഴിഞ്ഞുപോയി. I finished my
education. ഞാൻ എൻ്റെ പഠനം പൂർത്തീകരിച്ചു. MBA Finance I got. ഞാൻ MBA ഫിനാൻസിൽ ഞാൻ That പൂർത്തീകരിച്ചു. witchcraft broken. ആ മന്ത്രവാദ ശക്തികൾ I തകർന്നുപോയി. got a very big job in the Singapore. എനിക്ക് സിംഗപ്പൂരിൽ വലിയ ജോലി കിട്ടി, The Muscat. മസ്കറ്റിൽ ജോലി കിട്ടി. But God said that you have to come to the ministry. കർത്താവ് എന്നോട് പറഞ്ഞു, നീ സുവിശേഷ You വേലയിൽ have to dedicate പ്രവേശിക്കണം, your life to ministry. നിന്റെ ജീവിതം നീ ദൈവരാജ്യത്തിന് വേണ്ടി സമർപ്പിക്കണം. I kept every job aside and we both started doing the ministry. എല്ലാ ജോലികളും മാറ്റിവെച്ച് ഞങ്ങൾ ദൈവവേലയിലായിരിക്കുന്നു. Even he also sacrificed his job. He kept his job aside, government jobs. എനിക്കും ഒരുപാട് ഗവൺമെന്റ് ജോലികൾ കിട്ടിയതാണ്, പക്ഷെ ഞാൻ അതെല്ലാം മാറ്റിവെച്ചു. കർത്താവിന്റെ വിളി ഉള്ളത് കൊണ്ട് So we both started doing our ഞങ്ങൾ ministry. ഒരുമിച്ച് കർത്താവിന്റെ വേലയിൽ ഇപ്പോൾ ആയിരിക്കുന്നു. And many people God has pulling to our ministry, to our church in the Hyderabad. Main thing we will handle the inner healing and deliverances, how people are going through this kind of witchcraft and all from the root cause. Will make people to learn from the roots and will deal from the roots and will help people to be delivered from the roots. ഇപ്പോൾ കർത്താവിന്റെ കൃപയാൽ ഞങ്ങൾ ഹൈദരാബാദിൽ മിനിസ്ട്രിയിലായിരിക്കുന്നു. ഇതുപോലെ മന്ത്രവാദത്താൽ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ ആ വേരിൽ അടിസ്ഥാനത്തിൽ നിന്ന് തന്നെ അവരെ വിടുവിക്കുവാൻ, മന്ത്രവാദത്തിന്റെ ശക്തികളിൽ നിന്ന് വിടുവിക്കുവാൻ കർത്താവ് ആന്തരിക സൗഖ്യ ശുശ്രൂഷയും വിടുതൽ ശുശ്രൂഷയും കർത്താവ് ഞങ്ങളിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. God has helped us in this ministry, inner healing and deliverance. Many people got delivered from the witchcraft, generational curses, bondages, all the demonic things. Apart from that, some healings, external healing and inner healings. കർത്താവിന്റെ കൃപയാൽ ഞങ്ങളുടെ ശുശ്രൂഷകളിലൂടെ അനേകം വ്യക്തികൾ മന്ത്രവാദ ശക്തികളിൽ നിന്നും, ആഭിചാര ശക്തികളിൽ നിന്നും, അതുപോലെ ഹൃദയം തകർന്ന ഡിപ്രഷനിലായിരിക്കുന്ന ആന്തരിക സൗഖ്യങ്ങളും അതുപോലെ ഭൗതികമായ സൗഖ്യങ്ങളും കർത്താവ് ശുശ്രൂഷകളിലൂടെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. I praise God for each and everything. കർത്താവിന് സകല മാനവും മഹത്വവും ഞാൻ കരയട്ടെ. I praise Jesus for this testimony in my life. എന്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത വലിയ കാര്യത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. Every honor and glory belongs to God. കർത്താവിന് സകല മാനവും മഹത്വവും കർത്താവിന്. I praise God and I thank Pastor also for giving this opportunity to tell the testimony. എനിക്ക് ഈ സാക്ഷ്യം പറയുവാൻ കർത്താവ് തന്ന വലിയ അവസരത്തിനെ ഓർത്തും ഈ ചർച്ചിന്റെ പാസ്റ്ററിനെ ഓർത്തും പാസ്റ്ററിന് അതിനുള്ള നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു. Thank you so much for giving this opportunity. ഈ ഓപ്പർച്യൂണിറ്റി തന്നതിന് കർത്താവിന് എല്ലാ നന്ദിയും കർത്താവിനെ അറിയിക്കുന്നു. Thank you. Thank you. God bless you. Thank you, Sister Triveni, for your wonderful message and testimony. God bless you. God bless your ministries. Actually, we are placed in Ontario, in Canada, one of the rural area in Canada. Thank you for coming here, and it will be a great blessing to us. Pastor Abhijit, നന്ദി അറിയിക്കുകയാണ്. നിങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ ടെസ്റ്റിമണി പറഞ്ഞതിന് ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പാസ്റ്റർ അവിടെ നമുക്കറിയാം രാവിലെ വെളുപ്പിന് 5:30 തന്നെ എഴുന്നേറ്റ് ഞങ്ങളുടെ ഇടയിൽ ദൈവത്തിന്റെ വചനം ശുശ്രൂഷിക്കാൻ ദൈവം സഹായിച്ചുവല്ലോ. അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുകയാണ്, വാഴ്ത്തുകയാണ്. നിങ്ങളുടെ എല്ലാ മിനിസ്ട്രിയും ദൈവം അനുഗ്രഹിക്കട്ടെ. പാസ്റ്റർ അഭിജിത്ത് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാവോ? നമുക്ക് എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടയ്ക്കാം. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഒരുമിച്ച് നമ്മൾ പ്രാർത്ഥിക്കാം. ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തിലെ ഏതെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങളിലൂടെ ആയിരിക്കുന്നെങ്കിൽ ഞങ്ങളിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇതുപോലെ നിങ്ങളുടെ ഭവനത്തിൽ എന്തെങ്കിലും ശബ്ദങ്ങൾ നിങ്ങൾക്ക് കേൾക്കുന്നു, നിങ്ങൾ അതികഠിനമായ ഡിപ്രഷനിലായിരിക്കുന്നു, അതുപോലെ ത്രിവേണി പറഞ്ഞ മന്ത്രവാദത്തിൻ്റെ ഏതെങ്കിലും ലക്ഷണങ്ങളിലൂടെ നിങ്ങളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ റബല ശന്തലാരികൾ ഖമന ഹതുരികടക റീബാല ഹത്തര പ്രഭാതികൾ ഖമന ഹതുരകടക യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ഇതുപോലെ ഏതെങ്കിലും പ്രയാസത്തിലൂടെ, പ്രതിസന്ധികളിലൂടെ ഇതിനകത്ത് ഈ ഇന്ന് പകൽക്കാലത്തെ ശുശ്രൂഷ, ഈ രാത്രികാലത്തെ ശുശ്രൂഷ അനുഭവിച്ച ഏതെങ്കിലും വ്യക്തികൾ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ ഒരു വലിയ നടക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ സകല ദുർമന്ത്രവാദ ആഭിചാര ശക്തികൾ, ആമേൻ, വ്യക്തികളെ പിടിച്ചു വച്ചിരിക്കുന്ന ശക്തികൾ യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ഉടകല മനകതരകടക ശന്തരാധികർത്തന ഈ മീറ്റിങ്ങിനകത്തിരിക്കുന്ന ഈ സ്റ്റെഫി എന്ന് പറയുന്ന സിസ്റ്ററിൻ്റെ ലൈഫിൽ ഭയങ്കര ഒരു ബ്രേക്ക് ത്രൂ, നീ ഒരുപാട്
പോയ വ്യക്തിയാണ്. നീ ഒരുപാട് പ്രതികൂലങ്ങളിലൂടെ കടന്നുപോയ വ്യക്തിയാണ്. ഒരു സമയത്ത് നീ നിന്റെ ജീവിതം തന്നെ തീർന്നു പോകുമെന്ന് നീ ചിന്തിച്ച ഒരു വ്യക്തിയാണ്. പക്ഷേ നിന്റെ ലൈഫിൽ ഭയങ്കര ഒരു വിടുതൽ കർത്താവ് പറയും. ഈ ദിവസം തുടങ്ങി അടുത്ത 105 ദിവസത്തിനകത്ത് നിന്റെ ഭവനത്തിനകത്ത് നീ പ്രാർത്ഥിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയത്തിനകത്ത് ദൈവം ഭയങ്കര ഒരു മറുപടി തരുമെന്ന് പറയാൻ പരിശുദ്ധാത്മ പറയുന്നു. കർത്താവെ, ഈ മീറ്റിങ്ങിനകത്തായിരിക്കുന്ന സകല വ്യക്തികളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ ഒരു വലിയ ബ്രേക്ക് ത്രൂ അവരുടെ ലൈഫിൽ നടക്കട്ടെ. സകല വ്യക്തികളുടെ മേലും ആമേൻ ഒരു വലിയ അത്ഭുതം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ എൻ്റെ വലിയ ഈ ചർച്ചിനകത്തൂടെ അനേകം ഭവനങ്ങളിൽ അനേകം വ്യക്തികളുടെ ലൈഫിൽ ഇവരായിരിക്കുന്ന സ്ഥലത്ത് കർത്താവ് നടക്കുവാൻ കർത്താവ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വരുന്ന ദിവസങ്ങളിൽ ഈ സഭ കർത്താവെ ഇരുട്ടിൻ്റെ ശക്തികളിലായിരിക്കുന്ന വ്യക്തികളെ ദൈവം വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനേകം അക്രൈസ്തവർ കടന്നു വന്ന് വിടുവിക്കപ്പെട്ട് ദൈവത്തിൻ്റെ വേല ശക്തിയോടെ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും കർത്താവെ ചെയ്യുവാൻ ദൈവദാസൻ്റെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ അത്ഭുതങ്ങൾ നടക്കുന്നതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. താങ്ക് യു പാസ്റ്റർ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. താങ്ക് യു പാസ്റ്റർ. ദൈവം കാനഡയിൽ വരുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. വരുമ്പോൾ കടന്നു വരണമെന്ന് ഞങ്ങളുടെ ആഗ്രഹം. നമുക്ക് ഇന്നത്തെ മീറ്റിംഗ് ആസ്വാദത്തോടെ കടന്ന പോലെ പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇപ്പോഴും നാം പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തോടും കർത്താവായ യേശു ക്രിസ്തുവിന്റെ മേഘപ്രത്യക്ഷവരുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. ഇത്രത്തോളം നമ്മുടെ ഇടയിലായിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കട്ടെ. നാളെ നമ്മുടെ മീറ്റിംഗ് ഞങ്ങളുടെ ഭവനത്തിൽ വെച്ചായിരിക്കും. ദൈവം സഹായിക്കുമാറട്ടെ. താങ്ക് യു പാസ്റ്റർ. താങ്ക് യു സിസ്റ്റർ. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു.